വാർത്തയിലേക്ക് സ്വാഗതം. പ്രധാന വാർത്തകൾ. ഗുരുവായൂർ ദേവസ്വത്തിന് സുപ്രീം കോടതിയുടെ കനത്ത പ്രഹരം. ഉദയാസ്തമന പൂജ മാറ്റിയതിൽ അതിരൂക്ഷ വിമർശനം. ആചാരങ്ങൾ അതേപടി തുടരേണ്ടതായിരുന്നു. ഭരണസമിതിക്ക് നോട്ടീസ് അയച്ച് സുപ്രീം കോടതി. ഏകാദശി നാളിൽ ഗുരുവായൂരിൽ വൻ ഭക്തജനത്തിരക്ക്. പാർലമെന്റ് ഇന്നും പ്രക്ഷുബ്ധം. കോൺഗ്രസിനെ കടന്നാക്രമിച്ച് കേന്ദ്രമന്ത്രി കിരൺ റിജിജു. സോണിയ സോറോസ് ബന്ധം വിശദീകരിക്കണമെന്ന് BJP. വിവാദം വഴിതിരിച്ചുവിടാൻ ഇന്ത്യ സഖ്യം. രാജ്യസഭാ ചെയർമാനെതിരെ അവിശ്വാസ പ്രമേയ നോട്ടീസ്. സെക്രട്ടേറിയറ്റിന് മുന്നിലും വഞ്ചിയൂർ മോഡൽ. വഴിമുടക്കി CPI അനുകൂല സംഘടനയുടെ രാപ്പകൽ സമരം. കണ്ടാലറിയുന്ന 100 പേർക്കെതിരെ കേസെടുത്തു. വഞ്ചിയൂരിൽ വഴിയടച്ചതിന് 30 CPMുകാർ പ്രതികൾ. വേദി പ്രധാന റോഡിലല്ലെന്ന് ന്യായീകരിച്ച് ജില്ലാ സെക്രട്ടറി V. ജോയ്. തദ്ദേശ ഉപതെരഞ്ഞെടുപ്പിൽ നേട്ടം കൊയ്ത് BJP. കൊടുങ്ങല്ലൂരിലും എഴുമറ്റൂരിലും വെള്ളറടയിലും വാർഡുകളിൽ വിജയം. LDFന് കനത്ത തിരിച്ചടി. 3 പഞ്ചായത്തുകളിൽ UDF ഭരണത്തിലേക്ക്. മാടായി കോളേജിലെ വിവാദ നിയമനത്തിൽ യൂത്ത് കോൺഗ്രസിലും പൊട്ടിത്തെറി. രാജ്യഭീഷണി മുഴക്കി ജില്ലാ പ്രസിഡന്റ് വിജിൽ മോഹൻ. പാർട്ടി പരിപാടികൾ ബഹിഷ്കരിക്കാൻ യൂത്ത് കോൺഗ്രസ്. ഇന്ത്യ സഖ്യത്തിൽ നേതൃസ്ഥാനത്തിന് തമ്മിലടി രൂക്ഷം. രാഹുലിനെ മാറ്റണമെന്ന് മുതിർന്ന നേതാക്കൾ. മമതാ ബാനർജി നയിക്കണമെന്നും ആവശ്യം. അഴിമതികളുടെ കൂടാരമായി തിരുവനന്തപുരം നഗരസഭ. പട്ടികജാതി ക്ഷേമ ധനസഹായ പദ്ധതിയിൽ വൻ തട്ടിപ്പ്. മാനദണ്ഡങ്ങൾ അട്ടിമറിച്ച് ധനസഹായ വിതരണം. വിവാഹ പാർപ്പിട ധനസഹായം എത്തുന്നത് അനർഹരുടെ കൈകളിൽ. ജനം ബ്രേക്കിംഗ്. സിറിയയിൽ ഹയാത്ത് തഹരീർ അൽ ഷം ഭീകര സംഘടനയ്ക്കെതിരായ നിരോധനം നീക്കില്ലെന്ന് ബ്രിട്ടൻ. അഭയാർത്ഥികൾക്ക് നൽകുന്ന ധനസഹായം തുടരുമെന്നും പ്രഖ്യാപനം. വാർത്തകളിലേക്ക് വിശദമായി. ഏകാദശി നിറവിൽ ഗുരുവായൂർ. ഗുരുവായൂർ ഏകാദശിയോടനുബന്ധിച്ചുള്ള ഉദയാസ്തമന പൂജ ആചാരങ്ങൾ അതേപടി തുടരേണ്ടതായിരുന്നുവെന്ന് സുപ്രീം കോടതി. പൂജയുടെ പട്ടിക അതേപടി നിലനിർത്താൻ കോടതിയുടെ നിർദ്ദേശം. പൂജകൾ ദൈവചൈതന്യം വർദ്ധിപ്പിക്കാനെന്ന് കോടതി നിരീക്ഷണം. ഭക്തരുടെ അസൗകര്യമെന്ന ദേവസ്വം ബോർഡ് വാദം നിലനിൽക്കുന്നതല്ല. തിരക്ക് മറികടക്കാൻ ദേവസ്വം ബോർഡ് മറ്റു മാർഗങ്ങൾ കണ്ടെത്തണം. ഹർജിയിൽ സുപ്രീം കോടതി ദേവസ്വം ഭരണസമിതിക്ക് നോട്ടീസ് അയച്ചു. ഉദയാസ്തമന പൂജ മാറ്റിയതിനെതിരായിരുന്നു ഹർജി. വിവരങ്ങളുമായി ജിഷ്ണു കൃഷ്ണൻ ഒപ്പം ചേരുന്നു. ജിഷ്ണു, ഭക്തരുടെ അസൗകര്യമെന്ന ദേവസ്വം ബോർഡിൻ്റെ വാദം നിലനിൽക്കുന്നതല്ല. തിരക്ക് മറികടക്കാൻ ദേവസ്വം ബോർഡ് മറ്റു മാർഗങ്ങൾ കണ്ടെത്തണം. അതായത് ആചാരങ്ങൾക്ക് മേൽ കൈവയ്ക്കേണ്ട എന്നുറപ്പിച്ചു പറയുന്നു സുപ്രീം കോടതി, അല്ലേ? കൃഷ്ണരാജ്, ഗുരുവായൂരിൽ വൃശ്ചിക മാസത്തിലെ ഏകാദശിയിലുള്ള ഉദയാസ്തമന പൂജ മാറ്റിയത് ആചാര ലംഘനമാണെന്ന് ചൂണ്ടിക്കാട്ടി തന്ത്രി കുടുംബം നൽകിയിട്ടുള്ള ഹർജിയിന്മേലാണ് സുപ്രീം കോടതിയുടെ നിർണായകമായ നിരീക്ഷണങ്ങൾ ഉണ്ടായിട്ടുള്ളത്. സുപ്രീം കോടതി ഇന്ന് ഈ കേസ് പരിഗണിക്കുമ്പോൾ വ്യക്തമാക്കിയിട്ടുള്ള ചില കാര്യങ്ങൾ, അതിലേറ്റവും പ്രധാനമെന്നുള്ളത് കാലങ്ങളായി തുടർന്നു വന്നിരുന്ന ആചാരങ്ങൾ പാലിക്കേണ്ടതായിരുന്നു എന്ന കൃത്യമായ നിരീക്ഷണമാണ് സുപ്രീം കോടതിയുടെ ഭാഗത്തുനിന്നുണ്ടായിട്ടുള്ളത്. ഈ കേസിൽ ഇപ്പോൾ ഗുരുവായൂർ ദേവസ്വത്തിന് സുപ്രീം കോടതി നോട്ടീസ് നൽകിയിട്ടുണ്ട്. ഒപ്പം മറ്റൊരു കാര്യം കൂടി കോടതി നിർദ്ദേശിച്ചിട്ടുള്ളത്,
നിലവിൽ ഗുരുവായൂരിൽ പൂജ വെബ്സൈറ്റിൽ അടക്കമുള്ള പൂജാക്രമങ്ങൾ, പൂജാ പട്ടിക അത് അതേപടി പാലിക്കണം, അതിൽ മാറ്റങ്ങൾ വരുത്തരുത് എന്ന നിർദ്ദേശം നിലവിൽ സുപ്രീം കോടതിയുടെ ഭാഗത്തുനിന്ന് നൽകിയിട്ടുണ്ട്. വളരെ കൃത്യമായൊരു നിർണായകമായ നിരീക്ഷണമാണ് ഇന്ന് ഈ കേസ് പരിഗണിക്കവേ സുപ്രീം കോടതിയുടെ ഭാഗത്തുനിന്ന് ഉണ്ടായിട്ടുള്ളത്. കേസിൽ ദേവസ്വം ബോർഡ് ഏത് തരത്തിലുള്ള വിശദീകരണം ഈ കേസിൽ സുപ്രീം കോടതിയിൽ നൽകും എന്നുള്ളതാണ് നോക്കിക്കാണേണ്ടത്. കാരണം കേരള ഹൈക്കോടതിയിൽ ഈ കേസെത്തവേ ദേവസ്വം ബോർഡിന്റെ വാദം എന്നുള്ളത് കൃഷ്ണരാജ് ഇപ്പോൾ ചൂണ്ടിക്കാട്ടിയതുപോലെ ഈ ഏകാദശി ദിനത്തിൽ ഉദയാസ്തമന പൂജ നടത്തുകയാണെങ്കിൽ ഭക്തജന തിരക്ക് അനിയന്ത്രിതമായിരിക്കും, ഭക്തർക്കത് അസൗകര്യം ഉണ്ടായിരിക്കും തുടങ്ങിയ വാദങ്ങളായിരുന്നു കേരള ഹൈക്കോടതിയിൽ ദേവസ്വം ബോർഡ് മുൻപോട്ട് വെച്ചത്. അത് അംഗീകരിച്ചുകൊണ്ട് ദേവസ്വത്തിന്റെ തീരുമാനം ശരിവെക്കുന്ന നടപടിയായിരുന്നു കേരള ഹൈക്കോടതി സ്വീകരിച്ചത്. സുപ്രീം കോടതിയിലേക്ക് എത്തുമ്പോൾ തന്ത്രി കുടുംബം ചൂണ്ടിക്കാട്ടിയിട്ടുള്ളത് അതിൽ ഏറ്റവും പ്രധാനപ്പെട്ടത് ഇത്തരത്തിൽ പൂജാക്രമങ്ങൾ, ആചാരങ്ങൾ പാലിക്കണമെങ്കിൽ അതിന് കൃത്യമായിട്ടുള്ള നടപടിക്രമങ്ങളുണ്ട്. ഇതെല്ലാം ക്ഷേത്രവുമായും ദേവരുമായും ബന്ധപ്പെട്ടിട്ടുള്ളതാണ്. അതുകൊണ്ട് അതിന് ചില കൃത്യമായ നടപടിക്രമങ്ങളുണ്ട്. അഷ്ടമംഗല്യ പൂജ നടത്തി ആചാര്യന്മാർ വേണം അതിൽ തീരുമാനമെടുക്കാൻ. അതില്ലാതെ വരുത്തിയിട്ടുള്ള മാറ്റം ആചാര ലംഘനമാണ്, അത് ദേവഹിതത്തിനെതിരാണ്, അത് ക്ഷേത്രത്തിൻ്റെ ചൈതന്യത്തെ ബാധിക്കും. ഇത്രയും പോയിന്റുകളാണ് തന്ത്രി കുടുംബം സുപ്രീം കോടതിയിൽ നൽകിയിട്ടുള്ള ഹർജിയിൽ ചൂണ്ടിക്കാട്ടിയിട്ടുള്ളത്. ഇത് പരിശോധിച്ചുകൊണ്ടാണ് ഒരു പ്രാഥമികമായ നിരീക്ഷണം ഇന്ന് സുപ്രീം കോടതി നടത്തിയത്. ഈ ആചാരങ്ങൾ, തുടർന്നു വന്നിരുന്ന ആചാരങ്ങൾ അത് പാലിക്കേണ്ടതായിരുന്നു. കാരണം ഇന്നായിരുന്നു അത്തരം പൂജകൾ നടക്കേണ്ടിയിരിക്കുന്നത്. ഇന്നലെ അത്യാവശ്യമായി തന്നെ അല്ലെങ്കിൽ അടിയന്തരമായി ഈ ഹർജി പരിഗണിക്കണമെന്ന് ചീഫ് ജസ്റ്റിസിന് മുൻപാകെ ആവശ്യപ്പെട്ടിരുന്നെങ്കിലും കേസ് പഠിക്കാനുള്ള സമയം കണക്കിലെടുത്തുകൊണ്ടാണ് കേസ് ഇന്നത്തേക്ക് മാറ്റിവെച്ചിട്ടുള്ളത്. ഏതായാലും നിലവിൽ അത്തരത്തിലൊരു ആചാര ലംഘനം ഗുരുവായൂരിൽ നടന്നുവെങ്കിൽ പോലും അതുമായി ബന്ധപ്പെട്ട വിശദമായ വാദം ഇനി രാജ്യത്തിന്റെ പരമോന്നത നീതിപീഠത്തിന് മുൻപിലാകെ നടക്കുമെന്നുള്ളതാണ് മനസ്സിലാക്കേണ്ടത്. തന്ത്രി കുടുംബം ഈ പൂജകൾ ദേവചൈതന്യം വർദ്ധിപ്പിക്കാനെന്ന് കോടതി നിരീക്ഷിക്കുന്നു. അതായത് ദേവഹിതത്തിന് വിരുദ്ധമായത് നിങ്ങൾ എന്തിന് ചെയ്യുന്നു എന്നൊരു മറു ചോദ്യം കോടതി ഉന്നയിക്കുന്നു. തീർച്ചയായും ഇത്തരം ആചാരങ്ങൾ, അതിൻ്റെ നടപടിക്രമങ്ങൾ അത് ദേവനുമായി ബന്ധപ്പെട്ട അല്ലെങ്കിൽ നിയമ നടപടികൾക്കപ്പുറത്തേക്ക് ഇത്തരത്തിൽ ക്ഷേത്രവും അതിൻ്റെ ദേവനുമായി ബന്ധപ്പെട്ടിട്ടുള്ളതാണ്. ദേവഹിതത്തിനപ്പുറത്തേക്ക് അല്ലെങ്കിൽ തുടർന്ന് വന്നിരുന്ന ആചാരങ്ങൾ എന്തുകൊണ്ട് നടത്തിയില്ല അല്ലെങ്കിൽ അത് പാലിക്കേണ്ടതായിരുന്നു എന്നൊരു നിരീക്ഷണമാണ് ഇന്നിപ്പോൾ സുപ്രീം കോടതി നടത്തിയിട്ടുള്ളത്. തീർച്ചയായും ഭക്തസമൂഹത്തെ സംബന്ധിച്ച് ഏറെ അനുകൂലമാകുന്ന അല്ലെങ്കിൽ അവർക്ക് ഈ ഒരു വിഷയവുമായി ബന്ധപ്പെട്ട അത് അനുകൂലമാകുന്ന ഒരു നിരീക്ഷണമാണ് ഇന്ന് സുപ്രീം കോടതിയുടെ ഭാഗത്തുനിന്ന് ഉണ്ടായത് എന്ന് നമുക്ക് എടുത്തു പറയേണ്ടിയിരിക്കുന്നു. വിഷയവുമായി ബന്ധപ്പെട്ട് കേരള ഹൈക്കോടതിയിലെ നടപടികൾ പരിശോധിക്കുമ്പോഴും ക്ഷേത്രം തന്ത്രിയും ഒപ്പം ദേവസ്വം ബോർഡും ഈ ഒരു പൂജാക്രമങ്ങൾ മാറ്റിയതിന് അല്ലെങ്കിൽ ഉദയാസ്തമന പൂജ തുലാമാസത്തിൽ തന്നെ മാറ്റിയതിലെ യാതൊരു തരത്തിലുമുള്ള കുഴപ്പങ്ങളില്ല. അത് പൂജയല്ല, മറിച്ച് വഴിപാടാണ് എന്നൊരു ന്യായീകരണമായിരുന്നു അതിന് നടത്തിയത്. എന്നാൽ അത് അങ്ങനെയല്ല എന്നുള്ളതാണ് തന്ത്രി കുടുംബം വിശദീകരിക്കുന്നത്. അവർ കോടതിയിൽ നൽകിയിട്ടുള്ള ഹർജിയിലും ചൂണ്ടിക്കാട്ടുന്നത് വളരെ കൃത്യമായി ആചാര ലംഘനമാണ് ഗുരുവായൂരിൽ നടന്നിട്ടുള്ളത്, അത് ദേവഹിതത്തിനെതിരാണ്, ഇത്തരം കാര്യങ്ങൾ ക്ഷേത്ര ചൈതന്യത്തെ ബാധിക്കും എന്ന് ചൂണ്ടിക്കാട്ടിയിട്ടുണ്ട്. തീർച്ചയായും കേസിന്മേൽ വിശദമായ വാദം നടക്കും. ആ വാദത്തിനിടെ ദേവസ്വം ബോർഡിന്റെ ഭാഗത്തുനിന്നുള്ള വിശദീകരണങ്ങൾ എന്തെല്ലാമായിരിക്കും എന്നുള്ളത് ഏറെ നിർണായകമാകും. ഏതായാലും വളരെ പ്രധാനപ്പെട്ട നിരീക്ഷണമാണ് ഈ കേസുമായി ബന്ധപ്പെട്ട് ഇന്ന് സുപ്രീം കോടതി നടത്തിയിട്ടുള്ളത്. ഇത് ഈ ഒരു ആചാരങ്ങൾ തുടരേണ്ടതാണ് എന്ന് വ്യക്തമാക്കുന്നതോടൊപ്പം തന്നെ ഈ ഗുരുവായൂരിൽ നിലവിലുള്ള പൂജാക്രമങ്ങൾ, വഴിപാട് അത് കൃത്യമായി തുടരണമെന്നൊരു നിർദ്ദേശം കൂടി സുപ്രീം കോടതിയുടെ ഭാഗത്തുനിന്ന് ഉണ്ടായിട്ടുണ്ട്. കൃഷ്ണരാജ്. ശരി, ഗുരുവായൂർ ഏകാദശിയോടനുബന്ധിച്ചുള്ള ഉദയാസ്തമന പൂജ ആചാരങ്ങൾ അതേപടി തുടരേണ്ടതായിരുന്നുവെന്ന് സുപ്രീം കോടതി. ഭക്തരുടെ അസൗകര്യമെന്ന ദേവസ്വം ബോർഡിന്റെ വാദം നിലനിൽക്കുന്നതല്ല, നോട്ടീസ് അയച്ചു സുപ്രീം കോടതി. വിവരങ്ങൾ നൽകുകയായിരുന്നു ജിഷ്ണു കൃഷ്ണൻ. അതേസമയം ഗുരുവായൂർ ക്ഷേത്രത്തിലെ ഏകാദശി ആഘോഷങ്ങൾ പുരോഗമിക്കുന്നു. ഏകാദശിയോടനുബന്ധിച്ച് വലിയ ഭക്തജന തിരക്കാണ് ക്ഷേത്രത്തിൽ അനുഭവപ്പെടുന്നത്. നാളെ രാവിലെ 9 മണിവരെ ക്ഷേത്രനട പൂർണ്ണമായും തുറന്നിരിക്കും. 40,000 ഭക്തർക്ക് ഏകാദശി വ്രത വിഭവങ്ങൾ പ്രസാദ ഊട്ടായി നൽകും. അതേസമയം കുടുംബത്തിൽ മരണം നടന്നതിനാൽ തന്ത്രിക്ക് ഏകാദശി ഉത്സവങ്ങളിൽ പങ്കെടുക്കാൻ സാധിക്കില്ല. രാജ്യസഭാ ചെയർമാനെതിരായ അവിശ്വാസ പ്രമേയ നോട്ടീസിന് പിന്നാലെ കേന്ദ്ര പാർലമെന്ററി കാര്യമന്ത്രി കിരൺ റിജിജു പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുമായി കൂടിക്കാഴ്ച നടത്തി. പാർലമെന്റ് സാഹചര്യം കിരൺ റിജിജു പ്രധാനമന്ത്രിയെ ധരിപ്പിച്ചു. ശീതകാല സമ്മേളനത്തിൻ്റെ 13ാം ദിവസവും പാർലമെന്റ് പ്രക്ഷുബ്ധമായിരുന്നു. സോണിയ സോറോസ് ബന്ധം വിശദീകരിക്കണമെന്നാവശ്യപ്പെട്ട് BJPയും രംഗത്തെത്തി. രാജ്യസഭ നാളത്തേക്ക് പിരിഞ്ഞു. വിവരങ്ങളുമായി
ഗൗതം അനന്തനാരായണനൊപ്പം ചേരുന്നു. ഗൗതം, ഇന്ന് സഭയിൽ എന്താണ് ഉണ്ടായത്? രാജ്, ഇന്നിപ്പോൾ രാജ്യസഭയിലാണ് വലിയ ബഹളമുണ്ടായത്. ലോക്സഭ 2 മണി വരെ നിർത്തിവെച്ചിരിക്കുകയാണ്. രാജ്യസഭ പക്ഷേ ഇന്നത്തേക്ക് പിരിഞ്ഞു. ഇനി നാളെ മാത്രമേ സമ്മേളിക്കുകയുള്ളൂ. ഇന്നിപ്പോൾ സഭയിൽ ഭരണ പ്രതിപക്ഷം തമ്മിൽ വലിയ ഏറ്റുമുട്ടലുണ്ടായി. ജോർജ് സൊറോസസും അതോടൊപ്പം തന്നെ സോണിയാഗാന്ധിയുടെ കുടുംബവും നെഹ്റു കുടുംബവുമായിട്ടുള്ള ബന്ധം എന്താണ് എന്നത് സംബന്ധിച്ചുള്ള വിശദീകരണം വേണമെന്നതാണ് BJPയുടെ പ്രധാനപ്പെട്ട ആവശ്യം. ജോർജ് സൊറോസസ് പണമൊഴുക്കിയത് ഇന്ത്യ വിരുദ്ധ പ്രവർത്തനങ്ങൾക്ക് വേണ്ടിയാണ്. അതിനാൽ കോൺഗ്രസ് രാജ്യവിരുദ്ധ പ്രവർത്തനങ്ങളിലാണ് ഏർപ്പെട്ടത്. ഈ നാട്ടിലെ 140 കോടി ജനങ്ങളോട് കോൺഗ്രസ് മാപ്പ് പറയണമെന്ന് കിരൺ റിജിജു സഭയിൽ ആവശ്യപ്പെട്ടു. ഇതിനെതിരെ കോൺഗ്രസ് അംഗങ്ങൾ കൂടി എത്തിയതോടുകൂടി പിന്നീട് സഭാ നടപടികൾ ചോദ്യോത്തരവേള മുന്നോട്ട് കൊണ്ടുപോകാൻ കഴിയാത്ത സാഹചര്യമായി. ഒപ്പം രാജ്യസഭാ ചെയർമാൻ ജഗദീപ് ധൻഖറിനെതിരെ നിലവിൽ അടിയന്തര അവിശ്വാസ പ്രമേയത്തിന് പ്രതിപക്ഷം ഇന്ത്യ മുന്നണി നോട്ടീസ് നൽകിയിരിക്കുകയാണ്. ഇതും വലിയ തോതിലുള്ള ബഹളത്തിന് വഴിവെച്ചു. ഈ നോട്ടീസുമായി മുന്നോട്ട് പോകുന്ന ഘട്ടത്തിൽ ഭരണപക്ഷമാകട്ടെ രൂക്ഷ ഭാഷയിൽ കോൺഗ്രസിനെ വിമർശിച്ചുകൊണ്ട് രംഗത്തെത്തി. ഒരു കർഷകന്റെ പുത്രനായ ജഗദീപ് ധൻഖറാണ് ഇപ്പോഴത്തെ രാജ്യസഭാ ചെയർമാൻ. അതിനാൽ അദ്ദേഹത്തെ ഏത് വിധേനയും തങ്ങൾ പ്രതിരോധിക്കുമെന്ന സന്ദേശം കേന്ദ്ര സർക്കാരും അതോടൊപ്പം തന്നെ BJPയും നൽകിയതോടുകൂടിയാണ് പിന്നീട് വലിയ ബഹളത്തിലേക്ക് കാര്യങ്ങൾ പോയത്. ഈ പശ്ചാത്തലത്തിലാണ് ഇന്നിപ്പോൾ രാജ്യസഭ ഇന്നത്തേക്ക് പിരിയാൻ തീരുമാനിച്ചത്. കൃഷ്ണരാജ്, ഗൗതം, 2 കാര്യങ്ങൾ. ഒന്ന്, രാജ്യസഭയിൽ പാർലമെൻറ്റിൽ അപ്പാടെ കോൺഗ്രസ് പ്രതിരോധത്തിലാകുന്നു. മറുവശത്ത് ഇന്ത്യ സഖ്യത്തിനുള്ളിൽ കോൺഗ്രസിനെ പ്രതിരോധത്തിലാക്കുന്ന നീക്കങ്ങൾ നടക്കുന്നു. രാഹുൽ വേണ്ട, മമത വരട്ടെ എന്ന് മുതിർന്ന നേതാക്കളും സഖ്യകക്ഷി നേതാക്കളും ഒക്കെ പറയുന്നുണ്ട്. അങ്ങനെ അപ്പാടെ പ്രതിരോധത്തിലാകുന്നു കോൺഗ്രസ്. കൃഷ്ണരാജ്, ഇപ്പോൾ BJP ചൂണ്ടിക്കാണിക്കുന്നത് ഇത് തന്നെയാണ്. അതായത് ഈ രാജ്യസഭാ ചെയർമാനെതിരെ ഇത്തരമൊരു നീക്കം നടത്തുന്നതിൻ്റെ കാരണം ഇന്ത്യ മുന്നണിക്കകത്തുള്ള അഭിപ്രായ വ്യത്യാസമാണ് എന്നുള്ളതാണ്. കൃഷ്ണരാജ് സൂചിപ്പിച്ചതുപോലെ മുന്നണിക്കകത്ത് വലിയ പ്രശ്നങ്ങൾ നിലനിൽക്കുന്നുണ്ട്. തൃണമൂൽ കോൺഗ്രസിനെ പോലൊരു പ്രധാനപ്പെട്ട കക്ഷി തന്നെയും ഇടഞ്ഞു നിൽക്കുന്നു. ഒപ്പം തൃണമൂൽ കോൺഗ്രസ് എടുക്കുന്ന തീരുമാനങ്ങൾ, അതായത് ഇന്ത്യ മുന്നണിയുടെ അധ്യക്ഷ സ്ഥാനത്തേക്ക് മമതാ ബാനർജിയെ കൊണ്ടുവരണമെന്ന് കഴിഞ്ഞ ദിവസം RJD നേതാവ് ലാലു പ്രസാദ് യാദവ് പറഞ്ഞു. ഒപ്പം സമാജ്വാദി പാർട്ടി കഴിഞ്ഞ കുറച്ച് നാളുകളായി കോൺഗ്രസുമായി വലിയ തോതിലുള്ള അകലം പാലിക്കാൻ ശ്രമിക്കുകയാണ്. മഹാരാഷ്ട്രയിലെ സഖ്യത്തിൽ നിന്ന് തന്നെ സമാജ്വാദി പാർട്ടി പുറത്തേക്ക് വന്നു. അങ്ങനെ കടുത്ത ഭിന്നത ഇന്ത്യ മുന്നണിക്കകത്ത് നിലനിൽക്കുന്നുണ്ട്. സഭയ്ക്കകത്തെടുക്കേണ്ട തീരുമാനങ്ങളിലും ഈ ഭിന്നത പ്രകടമായിരുന്നു. അമേരിക്കയിൽ അദാനിക്കെതിരെ എടുത്ത കേസിൻ്റെ പേരിൽ സഭാ നടപടികൾ ബഹിഷ്കരിക്കുന്നതിനോട് യോജിക്കുന്നില്ല എന്ന് തൃണമൂൽ കോൺഗ്രസും സമാജ്വാദി പാർട്ടിയും പറഞ്ഞത് കോൺഗ്രസിന് വലിയ തിരിച്ചടിയായിരുന്നു. അദാനി വിഷയം ഉയർത്തിപ്പിടിച്ച് ലോക്സഭയിലും രാജ്യസഭയിലും കോൺഗ്രസ് ബഹളം വയ്ക്കുന്ന ഘട്ടത്തിൽ TMC നേതാക്കളും അതോടൊപ്പം തന്നെ ഇന്ത്യ മുന്നണിയിലെ മറ്റു പല കക്ഷികളും അതിനോട് യോജിക്കാതെ വളരെ നിശബ്ദമായി അവരവരുടെ സീറ്റുകളിൽ ഇരുന്നത് കോൺഗ്രസിന് ക്ഷീണമായി. അത് ഇന്ത്യ മുന്നണിയിലെ പ്രതിസന്ധിയാണ് ചൂണ്ടിക്കാണിച്ചത്. അതിനാൽ അതിൻ്റെ വിഷയത്തിൽ നിന്നും കൃത്യമായി വ്യതിചലിക്കുന്നതിന് വേണ്ടിയാണ് രാജ്യസഭാ ചെയർമാനെതിരെ ഇത്തരത്തിൽ ഒരു അവിശ്വാസ പ്രമേയ നീക്കവുമായി ഈ ഇന്ത്യ മുന്നണിക്കകത്ത് കോൺഗ്രസിനെ പിന്തുണയ്ക്കുന്ന കക്ഷികൾ എത്തുന്നത് എന്ന വിമർശനമാണ് BJP പ്രധാനമായും ഉന്നയിക്കുന്നത്. ഇന്ന് കിരൺ റിജിജു തന്നെ രാജ്യസഭയിൽ സംസാരിക്കുമ്പോൾ ഇന്ത്യ മുന്നണിക്കകത്തെ പ്രശ്നങ്ങളുടെ പേരിൽ രാജ്യസഭാ ചെയറിൻ്റെ അന്തസ്സത്ത നശിപ്പിക്കാൻ ഒരു കാരണവശാലും തങ്ങൾ അനുവദിക്കില്ല എന്ന നിലപാട് കേന്ദ്രമന്ത്രി തന്നെ നേരിട്ട് വിശദീകരിക്കുന്ന പശ്ചാത്തലമുണ്ടായി. അതിനാൽ പൊതുവെ ഇപ്പോൾ BJP ഉയർത്തുന്ന ആരോപണം, ഒന്ന്, ജോർജ് സൊറോസസുമായി ബന്ധപ്പെട്ട വിഷയത്തിൽ കോൺഗ്രസിന് ഒന്നും തന്നെ വിശദീകരിക്കാൻ കഴിയുന്നില്ല, അവർ പ്രതിരോധത്തിലായിരിക്കുന്നു. 2, ഇന്ത്യ മുന്നണിക്കകത്ത് പല പ്രധാനപ്പെട്ട കക്ഷികളും കോൺഗ്രസിൻ്റെ നേതൃത്വത്തെ അംഗീകരിക്കാൻ തയ്യാറാകുന്നില്ല. ഇതിൽ നിന്നും ശ്രദ്ധ തിരിച്ചുവിടുന്നതിന് വേണ്ടിയാണ് ജഗദീപ് ധൻഖറിനെ പോലെ ഒരു പ്രമുഖ വ്യക്തിക്കെതിരെ രാജ്യസഭയുടെ ചെയറിനെതിരെ ഇപ്പോൾ ഈ അവിശ്വാസ പ്രമേയ നോട്ടീസ് നൽകിയിരിക്കുന്നത് എന്നതാണ് ഭരണപക്ഷത്തിന്റെയും BJPയുടെയും പ്രധാനപ്പെട്ട ആരോപണം. ഗൗതം, ഒരു കാര്യം കൂടി, അതായത് ഈ രാജ്യസഭാ ചെയർമാനെതിരെ അവിശ്വാസ പ്രമേയ നോട്ടീസ് ഇന്ത്യ സഖ്യം നൽകുന്നു. അതിന് പിന്നാലെ കിരൺ റിജിജു പ്രധാനമന്ത്രിയെ കണ്ട് കാര്യങ്ങൾ ധരിപ്പിക്കുന്നു, എന്താണ് സഭയിൽ നടക്കുന്നത് എന്നത്. അതിനെക്കുറിച്ച് കൂടി. കൃഷ്ണരാജ്, ഇന്ന് ഈ സഭ ഇന്നത്തേക്ക് പിരിഞ്ഞതിന് ശേഷമാണ് പാർലമെന്ററി കാര്യമന്ത്രി പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുമായി കൂടിക്കാഴ്ച നടത്തിയത്. പാർലമെന്റിൽ തന്നെയായിരുന്നു ഈ കൂടിക്കാഴ്ച. സഭയിൽ നടന്ന കാര്യങ്ങൾ
വിശദീകരിക്കുകയാണ് കിരൺ റിജിജു പ്രധാനമന്ത്രിയുടെ അടുത്ത് ചെയ്തത്. വരും ദിവസങ്ങളിൽ എന്ത് നിലപാടുകൾ എടുക്കണം എന്നത് സംബന്ധിച്ചുള്ള ഒരു ചർച്ച കൂടി ഇരുവരും തമ്മിലുള്ള ഈ കൂടിക്കാഴ്ചയിൽ നടന്നിട്ടുണ്ട് എന്നാണ് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. ഇത് സംബന്ധിച്ചൊരു ഔദ്യോഗികമായ വിശദീകരണമൊന്നും ഈ കിരൺ റിജിജുവിൻ്റെ ഓഫീസോ മറ്റോ നൽകുന്നില്ല. ഇത് മാധ്യമങ്ങളോട് കൃത്യമായ അത്തരം കാര്യങ്ങളെപ്പറ്റി സംസാരിക്കുന്നില്ല. എങ്കിൽ പോലും ഈ രാജ്യസഭാ ചെയർമാനെതിരെ അവിശ്വാസ പ്രമേയം കൊണ്ടുവന്ന വിഷയം തന്നെയാണ് ഇരുവരും തമ്മിൽ ചർച്ച ചെയ്തത് എന്നാണ് മനസ്സിലാക്കാൻ കഴിയുന്നത്. ശരി, രാജ്യസഭാ ചെയർമാനെതിരായ അവിശ്വാസ പ്രമേയ നോട്ടീസിന് പിന്നാലെ കേന്ദ്ര പാർലമെന്ററി കാര്യമന്ത്രി കിരൺ റിജിജു പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുമായി കൂടിക്കാഴ്ച നടത്തി. അതേസമയം ശീതകാല സമ്മേളനത്തിൻ്റെ 13-ാം ദിവസവും പാർലമെന്റ് പ്രക്ഷുബ്ധമായിരുന്നു. സോണിയ സോറസ് ബന്ധം വിശദീകരിക്കണമെന്ന് BJP ആവശ്യപ്പെട്ടു. വിവരങ്ങൾ നൽകുകയായിരുന്നു ഗൗതം അനന്തനാരായണൻ. അയലത്തെ കലാപം. ബംഗ്ലാദേശിലെ ഹിന്ദു വംശഹത്യയിൽ അലയടിച്ച് പ്രതിഷേധം. മുഹമ്മദ് യൂനുസ് സർക്കാർ മതന്യൂനപക്ഷങ്ങൾക്കെതിരെയുള്ള അതിക്രമങ്ങൾക്ക് മൗനാനുവാദം നൽകുകയാണെന്ന് പ്രതിഷേധക്കാർ ആരോപിച്ചു. അവകാശ സംരക്ഷണത്തിനായി സംസാരിച്ച ആചാര്യൻ ചിന്മയ കൃഷ്ണദാസ് ഉൾപ്പെടെയുള്ള ഹൈന്ദവ നേതാക്കൾ ജയിലിൽ തുടരുകയാണ്. ബംഗ്ലാദേശിൽ തുടരുന്ന ഹിന്ദു വംശഹത്യക്കെതിരെ പ്രതിഷേധം ആളിക്കത്തുകയാണ്. തലസ്ഥാന നഗരമായ ധാക്ക ഉൾപ്പെടെ വിവിധ സ്ഥലങ്ങളിൽ ഹിന്ദു സമൂഹം പ്രതിഷേധ പ്രകടനങ്ങൾ നടത്തി. ഭാരതത്തിൽ ഡൽഹി, ജമ്മു, ലക്നൌ തുടങ്ങി പ്രധാനപ്പെട്ട നഗരങ്ങളിലും പ്രതിഷേധ റാലിയും പൊതുസമ്മേളനങ്ങളും നടന്നു. ജമ്മുവിൽ നടന്ന പ്രതിഷേധത്തിൽ ബംഗ്ലാദേശ് ഇടക്കാല സർക്കാരിന്റെ തലവൻ മുഹമ്മദ് യൂനുസിന്റെ കോലം കത്തിച്ചു. ഇസ്ലാമിസ്റ്റുകളുടെ ന്യൂനപക്ഷ വേട്ടയ്ക്ക് മുഹമ്മദ് യൂനുസ് സർക്കാർ മൗനാനുവാദം നൽകുകയാണെന്നും പ്രതിഷേധക്കാർ ആരോപിച്ചു. കാനഡ, ബ്രിട്ടൻ, US തുടങ്ങിയ രാജ്യങ്ങളിലും ഹൈന്ദവ സമൂഹം പ്രതിഷേധ റാലികൾ സംഘടിപ്പിച്ചു. വിഷയത്തിൽ ഐക്യരാഷ്ട്രസഭ ഇടപെടണമെന്ന ആവശ്യവും ശക്തമാണ്. ന്യൂനപക്ഷങ്ങളുടെ സംരക്ഷണം ഉറപ്പാക്കണമെന്ന് ഭാരതത്തിന്റെ വിദേശകാര്യ സെക്രട്ടറി വിക്രം മിശ്രി ധാക്കയിൽ നടത്തിയ കൂടിക്കാഴ്ചകളിൽ ആവശ്യപ്പെട്ടിരുന്നു. അതേസമയം അവകാശ സംരക്ഷണത്തിനു വേണ്ടി സംസാരിച്ച ആചാര്യൻ ചിന്മയ കൃഷ്ണദാസ് ഉൾപ്പെടെയുള്ള ഹൈന്ദവ നേതാക്കൾ രാജ്യദ്രോഹ കുറ്റം ചുമത്തി ജയിലിൽ തുടരുകയാണ്. ജനം, ഡൽഹി. ബംഗ്ലാദേശിലെ മതന്യൂനപക്ഷ വേട്ടയും ഭാരതത്തിൻ്റെ വിശ്വമാനവികതയും എന്ന വിഷയത്തിൽ കൊല്ലം കരുനാഗപ്പള്ളിയിൽ സെമിനാർ സംഘടിപ്പിച്ചു. ബംഗ്ലാദേശ് മതന്യൂനപക്ഷ ഐക്യദാർഢ്യ സമിതിയുടെ നേതൃത്വത്തിൽ നടന്ന സെമിനാർ റിട്ടയേർഡ് ജില്ലാ ജഡ്ജും രാഷ്ട്രീയ സ്വയംസേവക സംഘം കരുനാഗപ്പള്ളി ഖണ്ഡ് സംഘചാലകുമായ S. സോമൻ ഉദ്ഘാടനം ചെയ്തു. സൺ ഇന്ത്യ സംസ്ഥാന പ്രസിഡന്റ് കേണൽ S. ഡിന്നി മുഖ്യപ്രഭാഷണം നടത്തി. ബംഗ്ലാദേശിൽ മതന്യൂനപക്ഷങ്ങൾക്ക് നേരെയുള്ള ആക്രമണങ്ങൾ തുടരുമ്പോൾ അതിന്റെ നാൾവഴികൾ ചർച്ച ചെയ്തുകൊണ്ടായിരുന്നു സെമിനാർ സംഘടിപ്പിച്ചത്. കരുനാഗപ്പള്ളി ടൗൺ ഹാളിൽ സംഘടിപ്പിച്ച സെമിനാർ റിട്ടയർഡ് ജഡ്ജിയും രാഷ്ട്രീയ സ്വയംസേവക സംഘം കരുനാഗപ്പള്ളി ഖണ്ഡ് സംഘചാലകുമായ S. സോമൻ ഉദ്ഘാടനം ചെയ്തു. സേവ് ഗാസ എന്ന് നിലവിളിച്ചവർ ബംഗ്ലാദേശ് വിഷയത്തിൽ മൗനം തുടരുകയാണെന്നും ഹൈന്ദവ വേട്ടയ്ക്കെതിരെ നാം ബോധവാന്മാരാകണമെന്നും അദ്ദേഹം പറഞ്ഞു. ബംഗ്ലാദേശ് എന്ന് പറയുമ്പോൾ തന്നെ എനിക്ക് ആ വാക്ക് ഉപയോഗിക്കാൻ എൻ്റെ മനസ്സ് അനുവദിക്കുന്നില്ല. കാരണം നമ്മുടെ സഹോദരി സഹോദരന്മാര് സംഘം കാണുന്ന ആ വലിയ വിശാലമായ അഖണ്ഡ ഭാരതത്തിന്റെ ഭാഗമായിരുന്ന ഒരു ഭാഗങ്ങള് നമ്മുടെ അന്നത്തെ സ്വാതന്ത്ര്യ സമരകാലത്തുള്ള ഭരണാധികാരികളുടെ പിടിപ്പുകേട് മൂലം മുസ്ലിങ്ങൾക്ക് പ്രത്യേക രാഷ്ട്രം വേണമെന്നും കാഫറുകളുമായിട്ട് ഞങ്ങൾക്ക് ജീവിക്കാൻ പറ്റില്ല എന്നും 1906 ഢാക്ക എന്ന സ്ഥലത്ത് രൂപീകരിച്ച ഇന്ത്യൻ യൂണിയൻ മുസ്ലിം ലീഗ്, അതിന്റെ നേതാവ് ജിന്ന, അങ്ങനെ മുസ്ലിങ്ങൾ നേതാക്കന്മാരെല്ലാം കൂടെ തന്നെ അവർക്ക് പ്രത്യേക രാഷ്ട്രം വേണം, ഞങ്ങൾക്ക് പ്രത്യേക രാഷ്ട്രം വന്നില്ലെങ്കിൽ ഞങ്ങളിവിടെ കലാപം ഉണ്ടാക്കുമെന്ന് പറഞ്ഞ കലാപങ്ങൾ ഉണ്ടാക്കി ആയിരക്കണക്കിന് ഹിന്ദുക്കളെ കൊല ചെയ്ത് അതിന് ഒരു പരിഹാരം ഉണ്ടാക്കുന്നതിന് വേണ്ടി ബ്രിട്ടീഷുകാരുടെ സഹായത്തോടു കൂടി നമുക്കെതിരെ പ്രവർത്തിച്ചപ്പോഴേ അന്നത്തെ ഭരണാധികാരികൾ രാജ്യത്തെ വെട്ടിമുറിച്ച് ഇതെന്നേക്കുമായി മാറ്റുന്നതിന് വേണ്ടി പാകിസ്ഥാനും ബംഗ്ലാദേശും രൂപീകരിച്ച് നമ്മുടെ സഹോദരന്മാരെ ആ ഭാഗത്തേക്ക് മാറ്റിയതാണ്. ബംഗ്ലാദേശ് സൈന്യം ന്യൂനപക്ഷ വേട്ടയ്ക്ക് മുന്നിൽ നിൽക്കുന്നതായും ജമാഅത്തെ അടക്കമുള്ള സംഘടനകൾ ബംഗ്ലാദേശിൽ ആസൂത്രിത നീക്കം നടത്തിയതായും മുഖ്യപ്രഭാഷണം നടത്തവേ കേണൽ S. ഡിന്നി പറഞ്ഞു. 2 ലക്ഷത്തിലും 4 ലക്ഷത്തിലും ഇടയ്ക്കുള്ള സ്ത്രീകളെയാണ് അവിടെ ദ്രോഹിച്ചിട്ടുള്ളത്. ആ വാക്ക് പോലും പറയാൻ ഞാൻ തയ്യാറല്ല. ദ്രോഹിച്ചിട്ടുള്ളത്. അതിന്റെ സാക്ഷി നമ്മളെ സൈന്യം 1971 എന്റെ ബറ്റാലിയൻ പോലും പോയിട്ടുണ്ട്. അവർ നേരിട്ട് കണ്ടിട്ടുണ്ട്. ഒരു മനുഷ്യന് പോലും താങ്ങാൻ പറ്റാത്ത രീതിയിലുള്ള ക്രൂരതയാണ് അവിടെ പാകിസ്ഥാൻ സൈന്യം കാണിച്ചിട്ടുള്ളത്. അത് ആ മുറിവ് ഉണങ്ങാൻ വർഷങ്ങളോളം എടുത്ത്
വർഷങ്ങളോളം. പക്ഷെ അവിടെയും ഈ ആളുകളെ ചൂണ്ടിക്കാണിക്കാനും ഈ ആളുകളുടെ ഈ അതിക്രമം കാണിക്കാൻ ഏറ്റവും മുൻപന്തിൽ നിന്നത് ഇതേ ജമാഅത്ത് ഇസ്ലാമി ബംഗ്ലാദേശായിരുന്നു. തുടർന്ന് സെമിനാറിൽ പങ്കെടുത്തവരും വിഷയത്തിൽ അഭിപ്രായങ്ങൾ വ്യക്തമാക്കി. മുൻ ദേവസ്വം കമ്മീഷണർ റിട്ടയർഡ് അഡീഷണൽ സെക്രട്ടറി എം ഹർഷകുമാർ അധ്യക്ഷനായി. രാഷ്ട്രീയ സ്വയംസേവക സംഘം കൊല്ലം ഗ്രാമജില്ലാ കാര്യവാഹ് ജി ജയറാം, ജില്ലാ സഹകാര്യവാഹ് എ രതീഷ് തുടങ്ങിയവർ സംസാരിച്ചു. ജനം, കൊല്ലം. സിറിയയിൽ ജനാധിപത്യം പുനഃസ്ഥാപിക്കാൻ ഇസ്രയേലും അമേരിക്കയും. വ്യാപക ആക്രമണമാണ് ഇസ്രയേൽ സിറിയയിൽ നടത്തിയത്. സിറിയയിലെ സൈനിക സാന്നിധ്യത്തിന് പ്രത്യേക ലക്ഷ്യമുണ്ടെന്ന് അമേരിക്കയും വ്യക്തമാക്കി. സിറിയയിൽ കഴിഞ്ഞ 3 ദിവസമായി കടുത്ത സൈനിക നടപടി പുരോഗമിക്കുകയാണ്. സിറിയയിൽ വ്യാപക ആക്രമണം നടത്തുകയാണ് ഇസ്രയേൽ. അൽബൈദ, ലറ്റാക്കിയ തുറമുഖങ്ങളിലുണ്ടായിരുന്ന 15ഓളം സിറിയൻ കപ്പലുകൾ തകർത്തു. ബഷാർ അൽ അസദിന്റെ വീഴ്ചയെ തുടർന്ന് 320 സൈനിക കേന്ദ്രങ്ങൾ ആക്രമിച്ചതായും ഇസ്രയേൽ സേന അറിയിച്ചു. രാസായുധ നിർമ്മാണ കേന്ദ്രം ഉൾപ്പെടെ തകർത്തുവെന്നും സൈന്യം അറിയിക്കുന്നുണ്ട്. 70% അസദിന്റെ സൈനിക കേന്ദ്രങ്ങൾ തകർത്തു. 350 വ്യോമാക്രമണങ്ങൾ സിറിയയുടെ അതിർത്തി പ്രദേശങ്ങളിലും തന്ത്രപ്രധാന കേന്ദ്രങ്ങളിലും നടത്തിയതായും ഇസ്രയേൽ അറിയിക്കുന്നുണ്ട്. സിറിയയിൽ സൈനിക സാന്നിധ്യം നിലനിർത്താനാണ് US തീരുമാനം. പ്രത്യേക ലക്ഷ്യത്തിനാണ് സിറിയയിൽ സേനയെ വിന്യസിച്ചിട്ടുള്ളതെന്നും അമേരിക്കൻ ഡെപ്യൂട്ടി ദേശീയ സുരക്ഷാ ഉപദേഷ്ടാവ് ജോൺ ഫൈനർ പറഞ്ഞു. ശക്തമായ ആക്രമണം വിവിധ സൈനിക കേന്ദ്രങ്ങളിൽ അമേരിക്കയും നടത്തിയിരുന്നു. സിറിയയിലെ നടപടികളിൽ വിട്ടുവീഴ്ച ഉണ്ടാകില്ലെന്ന സൂചന തന്നെയാണ് അമേരിക്കയുടെ ഭാഗത്തു നിന്നും തുടർച്ചയായി ഉണ്ടാകുന്നത്. ഇന്റർനാഷണൽ ഡെസ്ക്, ജനം. വഖഫ് അധിനിവേശം തുടരുന്നു. വഖഫ് നിയമ ഭേദഗതി പരിശോധിക്കുന്ന സംയുക്ത പാർലമെന്ററി കമ്മിറ്റി ഇന്ന് ചേരും. വൈകിട്ട് 3 മണിക്ക് പാർലമെന്റ് മന്ദിരത്തിലാണ് യോഗം. വിഷയത്തിൽ തർക്കം നിലനിൽക്കുന്ന 6 സംസ്ഥാനങ്ങൾ സന്ദർശിച്ച് വിവരശേഖരണം നടത്താനുണ്ടെന്ന് കമ്മിറ്റി ചെയർമാൻ ജഗദാംബിക പാൽ അറിയിച്ചിരുന്നു. കമ്മിറ്റിയുടെ റിപ്പോർട്ട് ബജറ്റ് സമ്മേളനത്തിൽ അവതരിപ്പിച്ചേക്കും. മുനമ്പം വിഷയത്തിൽ കോഴിക്കോട് ലീഗ് ഹൗസിന് മുന്നിൽ പോസ്റ്റർ. KM ഷാജി വിഭാഗത്തെ പിന്തുണച്ചാണ് പോസ്റ്റർ ഉള്ളത്. ബാഖഫി സർക്കിൾ എന്ന പേരിലാണ് പോസ്റ്ററുകൾ പതിപ്പിച്ചിട്ടുള്ളത്. പോസ്റ്ററിൽ സാദിഖ് അലി തങ്ങൾക്കും കുഞ്ഞാലിക്കുട്ടിക്കും വിമർശനമുണ്ട്. വിവരങ്ങളുമായി ദിസ്ന സുരേഷ് ഒപ്പം ചേരുന്നു. ദിസ്ന, മറ്റൊരു വാർത്തയിലേക്ക്. സമസ്ത പണ്ഡിത സഭയായ കേന്ദ്ര മുഷാവറ യോഗം കോഴിക്കോട് തുടങ്ങി. പ്രസിഡന്റ് ജിഫ്രി മുത്തുക്കോയ തങ്ങളുടെ അധ്യക്ഷതയിലാണ് യോഗം. സംസ്ഥയിലെ ലീഗ് അനുകൂലികളും വിരുദ്ധരും തമ്മിൽ ഭിന്നത രൂക്ഷമായ സാഹചര്യത്തിലാണ് യോഗം. പാണക്കാട് സാദിഖ് അലി തങ്ങൾക്കെതിരായ അധിക്ഷേപ പ്രസംഗത്തിന് ജോയിന്റ് സെക്രട്ടറി ഉമർ ഫൈസി നൽകിയ വിശദീകരണം. സംസ്ഥയിലെ ലീഗ് വിരുദ്ധരെ പ്രതിരോധിക്കാൻ ആദർശ സംരക്ഷണ സമിതി രൂപീകരിച്ചത്. പാലക്കാട് ഉപതെരഞ്ഞെടുപ്പിൽ സുപ്രഭാതം പത്രത്തിൽ വന്ന പരസ്യ വിവാദം എന്നിവ യോഗം ചർച്ച ചെയ്തേക്കും. ഛത്തീസ്ഗഡിലെ ബിജാപൂരിൽ ഒരു കമ്മ്യൂണിസ്റ്റ് ഭീകരനെ വധിച്ചു സുരക്ഷാ സേന. 2 ജവാന്മാർക്ക് ഏറ്റുമുട്ടലിൽ പരുക്കേറ്റു. വിവരങ്ങളുമായി ഗൗതം അനന്തനാരായണനൊപ്പം ചേരുന്നു. ഗൗതം, പറയൂ. കൃഷ്ണരാജ്, കമ്മ്യൂണിസ്റ്റ് ഭീകരവേട്ട തുടർച്ചയായി നടക്കുന്ന സംസ്ഥാനമാണ് ഇപ്പോൾ ഛത്തീസ്ഗഡ്. ഇന്നിപ്പോൾ ബിജാപൂർ മേഖലയിലാണ് സുരക്ഷാ സേനയും നക്സലുകളും തമ്മിലൊരു ഏറ്റുമുട്ടൽ വനപ്രദേശത്ത് നടന്നത്. അതിൽ ഒരു നക്സലിനെ വധിച്ചതായാണ് ഇപ്പോൾ സുരക്ഷാ സേന വ്യക്തമാക്കുന്നത്. എന്നാൽ ഈ ഏറ്റുമുട്ടലിനിടയിൽ 2 സുരക്ഷാ സേന ജവാന്മാർക്ക് പരിക്കേറ്റതായും മനസ്സിലാക്കാൻ സാധിക്കുന്നു. നിലവിൽ ഈ ഓപ്പറേഷന് വേഗത കൂടുവാനുള്ള പ്രധാനപ്പെട്ട കാരണം 2026 മാർച്ച് മാസത്തോടുകൂടി നമ്മുടെ രാജ്യത്ത് പൂർണ്ണമായും കമ്മ്യൂണിസ്റ്റ് ഭീകരമുക്തമാക്കും എന്നതാണ് കേന്ദ്ര ആഭ്യന്തരമന്ത്രി അമിത്ഷായുടെ പ്രഖ്യാപനം. 2026 മാർച്ച് എത്തുമ്പോൾ മുഴുവൻ കമ്മ്യൂണിസ്റ്റ് ഭീകരരെയും ഒന്നെങ്കിൽ വധിക്കുക, അതല്ലെങ്കിൽ അവരെ തിരിച്ച് അവർക്ക് സറണ്ടർ ആകാനുള്ള അവസരം നൽകുക. ഈ എങ്ങനെയായാലും ചുവപ്പ് ഭീകരതയെ പൂർണ്ണമായും തുടച്ചു നീക്കുക എന്നത് സർക്കാരിൻ്റെ പ്രഖ്യാപിതമായ നയമാണ്. അതിനാൽ തന്നെ ഛത്തീസ്ഗഡ് ഉൾപ്പെടെ BJP കൂടി ഭരിക്കുന്ന സംസ്ഥാനങ്ങളിൽ കമ്മ്യൂണിസ്റ്റ് ഭീകരവേട്ട വളരെ സജീവമായി ഇപ്പോൾ സുരക്ഷാ സേന നടത്തുകയാണ്. അതിനാലാണിപ്പോൾ തുടർച്ചയായി ഇത്തരം വാർത്തകൾ ഛത്തീസ്ഗഡിൽ നിന്നും വരുന്നത്. എന്തായാലും ഇന്നിപ്പോൾ ബിജാപൂരിലെ വനമേഖലയിലാണ് ഭീകരരും സുരക്ഷാ സേനയും തമ്മിലൊരു ഏറ്റുമുട്ടലുണ്ടായത്. ഒരു നക്സൽ ഭീകരനെ വധിച്ചിരിക്കുകയാണ് അവിടെ. ശരി. ഛത്തീസ്ഗഡിലെ ബിജാപൂരിൽ ഒരു കമ്മ്യൂണിസ്റ്റ് ഭീകരനെ സുരക്ഷാ സേന വധിച്ചു. വിവരങ്ങൾ നൽകുകയായിരുന്നു ഗൗതം അനന്തനാരായണൻ. പൊതു തെരഞ്ഞെടുപ്പിന് മുൻപ് അധികാരം പിടിക്കാനായി കെട്ടിപ്പൊക്കിയ ഇന്ത്യ മുന്നണി തകർന്നടിയുന്നു.
നേതൃസ്ഥാനത്തിനായി സഖ്യകക്ഷികൾ തമ്മിൽ തർക്കം രൂക്ഷം. തെരഞ്ഞെടുപ്പുകളിൽ തുടർച്ചയായ പരാജയങ്ങൾക്ക് പിന്നാലെ കോൺഗ്രസിനെ നേതൃസ്ഥാനത്ത് നിന്ന് മാറ്റണമെന്ന് മുതിർന്ന നേതാക്കൾ ആവശ്യപ്പെട്ടു. മമതാ ബാനർജി മുന്നണിയെ നയിക്കണമെന്നും ഒരു വിഭാഗം നേതാക്കൾ പറയുന്നു. പൊതുതെരഞ്ഞെടുപ്പിൽ ബി.ജെ.പിയെ അധികാരത്തിൽ നിന്ന് മാറ്റി നിർത്തുക എന്ന ലക്ഷ്യത്തോടെ പ്രതിപക്ഷ പാർട്ടികൾ രൂപീകരിച്ച ഇന്ത്യ സഖ്യത്തിൽ നേതൃസ്ഥാനത്തെ ചൊല്ലി തർക്കം രൂക്ഷമാവുകയാണ്. ലോക്സഭയിലും ഏറ്റവും ഒടുവിൽ മഹാരാഷ്ട്ര ഉൾപ്പെടെ നിയമസഭാ തെരഞ്ഞെടുപ്പുകളിലും തുടർച്ചയായി പരാജയം ഏറ്റുവാങ്ങിയതോടെ സഖ്യത്തിന്റെ നേതൃസ്ഥാനത്ത് നിന്ന് കോൺഗ്രസിനെയും രാഹുലിനെയും മാറ്റണമെന്ന് മുതിർന്ന നേതാക്കൾ തന്നെ ആവശ്യപ്പെട്ടു. നേതൃസ്ഥാനത്തേക്ക് ബംഗാൾ മുഖ്യമന്ത്രി മമതാ ബാനർജിയുടെ പേര് എൻ.സി.പി നേതാവ് ശരത് പവാർ നേരത്തെ ചൂണ്ടിക്കാട്ടിയിരുന്നു. ആർ.ജെ.ഡി നേതാവ് ലാലു പ്രസാദ് യാദവും രാഹുലിന് പകരം മമതാ ബാനർജി മുന്നണിയുടെ നേതൃപദവി ഏറ്റെടുക്കണമെന്ന് പരസ്യമായി പ്രതികരിച്ചതോടെ ഇന്ത്യ മുന്നണിയിൽ കോൺഗ്രസിനുള്ള മേൽക്കൈ നഷ്ടമാവുകയാണ്. ജമ്മു കശ്മീർ, ജാർഖണ്ഡ് ഉൾപ്പെടെ ചില സംസ്ഥാനങ്ങളിൽ സഖ്യകക്ഷികൾ വിജയിച്ചു കയറിയപ്പോഴും കോൺഗ്രസിന് ജനപിന്തുണ നേടിയെടുക്കാൻ സാധിക്കാത്തതും ഹരിയാനയിലെയും മഹാരാഷ്ട്രയിലെയും കനത്ത തോൽവിയും മുന്നണിയിൽ അതൃപ്തിക്ക് കാരണമായിട്ടുണ്ട്. ഇതിന് പിറകെയാണ് കോൺഗ്രസും രാഹുലും ഇന്ത്യ മുന്നണിയുടെ നേതൃസ്ഥാനത്ത് നിന്ന് മാറി നിൽക്കണമെന്ന ആവശ്യം ശക്തമാകുന്നത്. ജനം, ഡൽഹി. ഭാരതത്തിന്റെ സ്വന്തം ബഹിരാകാശ നിലയം 2035 യാഥാർത്ഥ്യമാകുമെന്ന് കേന്ദ്ര ശാസ്ത്ര സാങ്കേതിക വകുപ്പ് മന്ത്രി ജിതേന്ദ്ര സിംഗ്. ഭാരതീയ അന്തരീക്ഷ സ്റ്റേഷൻ എന്നായിരിക്കും ബഹിരാകാശ നിലയത്തിന് പേര് നൽകുക. 2040 ആദ്യമായി ഭാരതീയൻ ചന്ദ്രനിൽ ഇറങ്ങുമെന്നും അദ്ദേഹം വ്യക്തമാക്കി. Already finished discussing space. We are going to have our own space station. Unlike others, we will be among the first to have that. After maybe US and one or two other countries, which will be known as Bharat Antariksh Station by 2035, and by 2040 we might be landing an Indian on the surface of the moon. തിരുവനന്തപുരം സെക്രട്ടേറിയറ്റിന് മുന്നിൽ സഞ്ചാര സ്വാതന്ത്ര്യം തടസ്സപ്പെടുത്തി സ്റ്റേജ് നിർമ്മിച്ചതിൽ കേസെടുത്ത് കണ്ടോൺമെന്റ് പോലീസ്. കണ്ടാലറിയാവുന്ന 150 പേർക്കെതിരെയാണ് കേസ്. CPI അനുകൂല സർവീസ് സംഘടനയായ ജോയിന്റ് കൗൺസിലിന്റെ രാപ്പകൽ സത്യാഗ്രഹത്തിലാണ് റോഡ് കയ്യേറിയത്. വിവരങ്ങളുമായി പ്രശാന്ത് ശങ്കരമംഗലത്ത് ചേരുന്നു. പ്രശാന്ത്, നേരത്തെ 100 പേർക്കെതിരെ കേസെടുത്തു എന്നായിരുന്നു പുറത്തുവന്ന വാർത്തകൾ. ഇപ്പോൾ 150 പേർക്കെതിരെ കേസ് എന്നാകുന്നു. ഈ സമരം അവസാനിക്കാറായോ? എന്താണ് അവിടെ നിന്ന് നൽകാൻ കഴിയുന്ന വിവരങ്ങൾ? CPIയുടെ സർവീസ് സംഘടനയായ ജോയിന്റ് കൗൺസിലിന്റെ സമരത്തിന് ഇപ്പോൾ നടപടി ഉണ്ടായിരിക്കുകയാണ്. പോലീസിന്റെ ഭാഗത്താണ്, കണ്ടോൺമെന്റ് പോലീസിന്റെ ഭാഗത്താണ് നടപടി ഉണ്ടായിരിക്കുന്നത്. കണ്ടാലറിയാവുന്ന 150 പേർക്കെതിരെ കേസെടുക്കാനാണ് ഇപ്പോൾ ഉത്തരവിട്ടിരിക്കുന്നത്. അത്തരത്തിൽ നടപടി ഉണ്ടായിരിക്കുന്നത്. എന്തായാലും വലിയ രീതിയിൽ പ്രതിഷേധവും വിമർശനങ്ങളും ഇടയാക്കിയ സംഭവമാണ് ഉണ്ടായത്. സെക്രട്ടേറിയറ്റിന്റെ സൗത്ത് ഗേറ്റിന് സമീപത്തായിട്ടാണ് ഈ സമരം നടക്കുന്നത്. CPIയുടെ സർവീസ് സംഘടനയായ ജോയിന്റ് കൗൺസിലിന്റെ രാപ്പകൽ സമരം ഇന്നലെയും ഇന്നുമായിട്ടാണ് ഈ സമരം ഇവിടെ നടന്നത്. ഈ സമരത്തിലാണ് റോഡിലേക്ക് ഇറക്കി വെച്ചുകൊണ്ട് സ്റ്റേജ് നിർമ്മാണം നടത്തിയത്. നമുക്കറിയാം, മഞ്ചൂർ അടക്കമുള്ള CPM-ന്റെ ഏരിയ സമ്മേളനത്തിലുണ്ടായ വിഷയങ്ങളും അതോടൊപ്പം തന്നെ അതിൽ ഹൈക്കോടതി അടക്കം നടപടി സ്വീകരിക്കുന്ന സാഹചര്യമൊക്കെ ഉണ്ടായിരുന്നു. സമാനമായ സാഹചര്യം അല്ലെങ്കിൽ സമാനമായ രീതിയിലാണ് ഇവിടെയും തിരുവനന്തപുരത്തും സെക്രട്ടേറിയറ്റിന് മുന്നിലും ഇത്തരത്തിൽ റോഡ് തടഞ്ഞുകൊണ്ട് റോഡിലേക്ക് ഇറക്കി വെച്ചുകൊണ്ട് ഈ സ്റ്റേജ് നിർമ്മാണം നടത്തിയത്. മാത്രമല്ല, ഈ യാത്രക്കാർക്ക് പോലും പോകാൻ കഴിയാത്തൊരു സാഹചര്യം സൃഷ്ടിക്കുകയും ചെയ്തു. അതായത് ഈ നടവഴിയും റോഡും കൂടി കൂട്ടിമുട്ടിച്ചുകൊണ്ടായിരുന്നു ഈ സ്റ്റേജ് നിർമ്മാണം നടത്തിയത്. അതിൽ കൂടുതൽ ഈ സ്ഥലത്തേക്ക് ഗതാഗത പ്രതിസന്ധി ഉണ്ടാകുന്ന സാഹചര്യം ഉണ്ടായി. തുടർന്ന് പോലീസ് ഇടപെടുകയും പോലീസ് ഇടപെട്ട് ഈ വഴി രണ്ടായിട്ട് മാറ്റിവിടുന്ന ഒരു രീതിയിലേക്ക്, അതായത് വാഹനങ്ങളെ രണ്ട് രീതിയിലേക്ക് പറഞ്ഞിരിക്കുന്ന സാഹചര്യമൊക്കെ ഉണ്ടായിരുന്ന സ്ഥലത്ത് വലിയ രീതിയിൽ ഗതാഗത പ്രതിസന്ധിയും രൂക്ഷമായി. എന്തായാലും സംഭവത്തിൽ ജനം ടിവിയുടെ വാർത്തയെ തുടർന്ന് നടപടി ഉണ്ടായിരിക്കുകയാണ്. കണ്ടാലറിയാവുന്ന 150 പേർക്കെതിരെ കേസെടുക്കാനാണ് ഇപ്പോൾ കണ്ടോൺമെന്റ് പോലീസിന്റെ ഭാഗത്തുനിന്നൊരു നടപടി എന്ന നിലയിൽ ഉണ്ടായിരിക്കുന്നത്. റേറ്റിന് മുന്നിൽ CPI സർവീസ് സംഘടനയുടെ റോഡ് കയ്യേറി സമരം. ഏതായാലും 150 പേർക്കെതിരെ കേസെടുത്തിരിക്കുന്നു കണ്ടോൺമെന്റ് പോലീസ്. വിവരങ്ങൾ നൽകുകയായിരുന്നു പ്രശാന്ത് ശങ്കരമംഗലത്ത്. CPM പാളയം ഏരിയ സമ്മേളനത്തിനായി നടു റോഡിൽ വേദി കെട്ടിയ സംഭവത്തിൽ തെറ്റ് തുറന്നു സമ്മതിച്ച് CPM. അത്തരത്തിൽ വേദി കെട്ടേണ്ടിയിരുന്നില്ലെന്ന് CPM ജില്ലാ സെക്രട്ടറി V. ജോയ് പറഞ്ഞു. അതിനിടെ സംഭവത്തിൽ ഏരിയ സെക്രട്ടറി വഞ്ചൂർ ബാബുവിനെ 1-ാം പ്രതിയാക്കി വേദി കെട്ടിയ തൊഴിലാളികളടക്കം 30 പേർക്കെതിരെ പോലീസ് കേസെടുത്തു.
തിരുവനന്തപുരം വഞ്ചൂരിൽ ഗതാഗതം തടസ്സപ്പെടുത്തി നടുറോഡിൽ വേദികെട്ടി CPM ഏരിയ സമ്മേളനം നടത്തിയതിൽ ഹൈക്കോടതി രൂക്ഷ വിമർശനം ഉന്നയിച്ചിരുന്നു. ഇതിന് പിന്നാലെയാണ് CPM തെറ്റ് തുറന്ന് സമ്മതിച്ചത്. റോഡ് തടസ്സപ്പെടുത്തി സ്റ്റേജ് കെട്ടേണ്ടിയിരുന്നില്ലെന്നും വഞ്ചൂർ ഏരിയ കമ്മിറ്റിയുടെ ഭാഗത്ത് വീഴ്ച സംഭവിച്ചതായും CPM ജില്ലാ സെക്രട്ടറി വി ജോയ് പറഞ്ഞു. അപ്പോൾ സ്വാഭാവികമായി ഇങ്ങനെ ചില പ്രശ്നങ്ങൾ വരാറുണ്ട്. പക്ഷേ ഇക്കാര്യത്തിൽ ഞങ്ങളുടെ ഒരു വ്യക്തമായിട്ടുള്ള അഭിപ്രായം അത് വേണ്ടിയിരുന്നില്ല എന്നുള്ളതാണ് ഞങ്ങൾ ഈ കാര്യത്തിൽ ഞങ്ങളുടെ അഭിപ്രായം. ആവശ്യമില്ലാത്ത ഒരു അനാവശ്യം അല്ലെങ്കിൽ ഒരു വാർത്ത ഇതുമായി ബന്ധപ്പെട്ട് സൃഷ്ടിക്കാനും അതുമൊക്കെ ആയിട്ട് മാത്രമേ അത് ഉപകരിച്ചുള്ളൂ. അപ്പോൾ അതുകൊണ്ട് പരമാവധി അത് ഒഴിവാക്കേണ്ടതായിരുന്നു എന്ന നിലപാടാണ് ഞങ്ങൾക്കുള്ളത്. കോടതി വിമർശനത്തിന് പിന്നാലെ ഏരിയ സെക്രട്ടറി വഞ്ചൂർ ബാബുവിനെ ഒന്നാം പ്രതിയാക്കി പോലീസ് കേസെടുത്തു. വേദി കെട്ടിയ തൊഴിലാളികളടക്കം 30 പേർക്കെതിരെയാണ് കേസ്. സമ്മേളനം ഉദ്ഘാടനം ചെയ്ത CPM സംസ്ഥാന സെക്രട്ടറി MV ഗോവിന്ദനെയോ MLA-മാരെയോ മറ്റു പ്രമുഖരെയോ കേസിൽ പ്രതി ചേർത്തിട്ടില്ല. വഞ്ചൂരിലെ പോലീസ് സ്റ്റേഷന്റെയും ജില്ലാ കോടതിയുടെയും മുന്നിൽ പോലീസുകാരുടെ മേൽനോട്ടത്തിലായിരുന്നു വേദിയുടെ നിർമ്മാണം. ഹൈക്കോടതി വിധിയുടെ ലംഘനമായിട്ടും പോലീസ് കേസെടുക്കാൻ തയ്യാറായിരുന്നില്ല. ഒടുവിൽ കോടതി തന്നെ ഇടപെട്ടതിന് പിന്നാലെയാണ് കേസെടുത്തത്. എന്നാൽ അതിൽ ഭൂരിഭാഗം പേരും പന്തൽ പണിക്കെത്തിയ തൊഴിലാളികളാണെന്നതാണ് വിചിത്രം. ജനം, തിരുവനന്തപുരം. വിഭാഗീയതയിൽ താളം തെറ്റി CPM-ന്റെ ഭവന പദ്ധതി. അടിത്തറയ്ക്ക് മുകളിലേക്ക് വീട് ഉയരാഞ്ഞതോടെ മാതാപിതാക്കൾ നഷ്ടപ്പെട്ട ആലപ്പുഴ തോട്ടപ്പള്ളിയിലെ നിർധന കുടുംബം അന്തിയുറങ്ങുന്നത് ബന്ധുവീടുകളിൽ. 6 വർഷം മുൻപ് ജില്ലാ സെക്രട്ടറി R. നാസറാണ് വലിയ സമ്മേളനം നടത്തി വീടിന് തറക്കല്ലിട്ടത്. പാർട്ടി അവരേതോ വലിപ്പത്തിന് വേണ്ടി പാർട്ടി ഇങ്ങനെ കാണിച്ചതാണ്. പാർട്ടി ഇങ്ങനെ കാണിച്ചിട്ട് ഇന്ന് വരെ അവർക്കൊരു പ്രയോജനം ഉണ്ടായിട്ടില്ല. പാർട്ടി നല്ലതായിരുന്നേ ഈ വീട് 5-8 വർഷത്തിന് മുൻപ് ഫൗണ്ടേഷൻ കിട്ടിയിട്ട് കുഞ്ഞുങ്ങൾക്കൊരു വീട് ഷീറ്റെങ്കിലും മതിയായിരുന്നു. അങ്ങനെങ്കിലും കിട്ടിയില്ലല്ലോ. 6-7 വർഷം കൊണ്ട് ഇങ്ങനെ തന്നെ കിടക്കും. എൻ്റെ മക്കൾ അവിടെ ഇവിടെ അമ്മാവന്മാരുടെ വീട്ടിലൊക്കെ കയറി ഇറങ്ങിയാണ് അവരുടെ ജീവിതം. ഒരു കുഞ്ഞു പെങ്ങളുണ്ട് അവർക്ക്. അമ്മ അച്ഛനും ഇല്ലല്ലോ. അപ്പോൾ ആ കുഞ്ഞു പെങ്ങൾക്കും എല്ലാവർക്കും ഒരു ജീവിതത്തിന് വേണ്ടിയാണ്. അത് ഏത് വിധത്തിലെങ്കിലും നാട്ടുകാരുടെ പിരിവെടുത്താലും കുഴപ്പമില്ല, എൻ്റെ മക്കൾക്ക് വീട് കിട്ടണം. വീടെന്ന സ്വപ്നം ഇന്നും അന്യമായി ബന്ധുവീടുകളിൽ അഗതികളായി കഴിയാൻ വിധിക്കപ്പെട്ട സഹോദരങ്ങളോട് പാർട്ടി കാണിച്ച നെറികേടിൽ നാട്ടുകാർക്കുള്ള പ്രതിഷേധമാണ് ശോഭ എന്ന വീട്ടമ്മയുടെ വാക്കുകളിൽ പ്രകടമാകുന്നത്. CPM സംസ്ഥാന കമ്മിറ്റി തീരുമാനപ്രകാരമാണ് ആലപ്പുഴ ജില്ലയിലെ പുറക്കാട് പഞ്ചായത്തിൽ ലോക്കൽ കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ ഒരു നിർധന കുടുംബത്തിന് വീട് നിർമ്മിച്ചു നൽകാൻ തീരുമാനിച്ചത്. മാതാപിതാക്കൾ മരണപ്പെട്ട് പുറക്കാട് 12-ാം വാർഡിൽ പള്ളിച്ചിറ വീട്ടിൽ മനു, മിഥുൻ, മേഘ എന്നിവർക്കായി വീട് നിർമ്മിച്ചു നൽകാനാണ് CPM തോട്ടപ്പള്ളി ലോക്കൽ കമ്മിറ്റി തീരുമാനിച്ചത്. CPM ആലപ്പുഴ ജില്ലാ സെക്രട്ടറി R. നാസർ തറക്കല്ലിട്ട വീടിന്റെ നിർമ്മാണം 6 വർഷത്തിനിപ്പുറവും പാതി വഴി പോലും ആയിട്ടില്ല. നിർമ്മാണം പൂർത്തീകരിച്ചു നൽകുമെന്ന് പറയുന്നതല്ലാതെ ഒരു നടപടിയും CPM-ന്റെ ഭാഗത്തു നിന്നും ഉണ്ടാകുന്നുമില്ല. ഇങ്ങനെ അവർക്കൊരു വീട് വെച്ച് കൊടുക്കാമെന്നും പറഞ്ഞ് പാർട്ടിക്കാർ വന്ന് ഞങ്ങളെ സഹായിക്കാമെന്ന് പറഞ്ഞ് ഞങ്ങളും പാർട്ടിക്കാരാണ്. പാർട്ടിക്കാരോട് ചോദിക്കുമ്പോൾ അവർ പറയുന്നു പാർട്ടിക്കാർ വെച്ച് തരാം, അത് ഇന്ന് ചെയ്തു തരാം, നാളെ ചെയ്തു തരാം. ഓരോരുത്തരും LC സെക്രട്ടറി മാറുന്നു, അത് മാറുന്നു, ഇത് മാറുന്നു, ഇങ്ങനെയൊക്കെ ചെയ്യുന്നു. അവർ തരാമെന്ന് പറഞ്ഞു. നമ്മൾ അതും പ്രകാരം ഇത്തരത്തിൽ ഇത്രയും ചെയ്തിട്ട് കഴിഞ്ഞതിന് ശേഷം പിന്നീട് ഇതിനെ പറ്റിയ അനക്കോ ആവിയോ ഇല്ലാലും മറ്റു യാതൊരു കാര്യവും ഇല്ല. CPM-നുള്ളിലെ വിഭാഗീയതയാണ് പാർട്ടി കുടുംബത്തോട് തന്നെയുള്ള ഈ ക്രൂരതയ്ക്ക് കാരണം. അമ്പലപ്പുഴയിലെ പാർട്ടി G. സുധാകരനിൽ നിന്നും H. സലാമിനും കൂട്ടർക്കും ഒപ്പമായതോടെയാണ് വീട് നിർമ്മാണം നിലച്ചത്. തോട്ടപ്പള്ളിയിലും CPM-നുള്ളിൽ വിഭാഗീയത ശക്തമാണ്. വീട് നിർമ്മാണം CPM മറന്നതോടെ നാട്ടുകാർ പിരിവെടുത്തായാലും വീട് നിർമ്മിച്ചു നൽകുമെന്നും തങ്ങളാൽ കഴിയുന്ന സഹായം ചെയ്യാമെന്നും പ്രദേശവാസികൾ പറയുന്നു. എൻ്റെ പേര് സ്മിത, ഞാൻ ഇവരുടെ അയൽക്കാരാണേ. ഇവർ കുഞ്ഞിലെ തൊട്ട് ഈ 3 മക്കൾ അലഞ്ഞു തിരിഞ്ഞ് നടക്കുവാണ്. റിലേറ്റീവ്സൊക്കെ ഉണ്ടെന്ന് പറഞ്ഞാലും അവരൊക്കെ നോക്കുന്നതിനൊരു പരിധിയുണ്ട്. പഠിക്കാൻ നല്ല മിടുക്കരായ പിള്ളേരായിരുന്നു. അമ്മയും അച്ഛനും പോയി. ഈ ഒരു പെൺകുഞ്ഞാണ് കല്യാണം കഴിച്ച് വിട്ടു. പക്ഷേ ഈ പിള്ളേർക്ക് ചെന്ന് കിടക്കാൻ ഒരിടം വേണമല്ലോ. അതുകൊണ്ട് എല്ലാവരും സഹായിച്ച് അവരെ നല്ലൊരു ഭവനം ഒരുക്കി കൊടുക്കണമെന്ന് ഞങ്ങളുടെ ഈ പരിസരവാസികളുടെ അഭ്യർത്ഥനയാണ്. തീർച്ചയായിട്ടും ഉണ്ടാവും. കുട്ടിക്കാലത്ത് തന്നെ മാതാപിതാക്കൾ നഷ്ടപ്പെട്ട ഈ സഹോദരങ്ങൾക്ക് സുമനസ്സുകളോ സന്നദ്ധ സംഘടനകളോ വീട് നിർമ്മിച്ചു നൽകുമെന്ന പ്രതീക്ഷ മാത്രമാണ് ഇനിയുള്ളത്. ക്യാമറാമാൻ മനോജ് വട്ടിയൂർക്കാവിനൊപ്പം സുധീഷ് ഗോപാൽ, ജനം, കൊച്ചി. തിരുവനന്തപുരം നഗരസഭയുടെ കീഴിലുള്ള പട്ടികജാതി ക്ഷേമ ധനസഹായ പദ്ധതിയിൽ വൻ തട്ടിപ്പ്. വിവാഹ ധനസഹായം നൽകിയതിലും പാർപ്പിട ധനസഹായത്തിലുമാണ് വലിയ തട്ടിപ്പ്. ജനം ബ്രേക്കിംഗ്.
2023-24 സാമ്പത്തിക വർഷത്തിൽ വെട്ടുകാട് വാർഡിലെ ഒരു കുടുംബത്തിന് വിവാഹ ധനസഹായം നൽകിയതിന്റെ രേഖകളാണിത്. $2 ലക്ഷം രൂപയാണ് പിന്നോക്കം നിൽക്കുന്ന പട്ടികജാതി വിഭാഗത്തിൽപ്പെടുന്ന പെൺകുട്ടികൾക്കായുള്ള വിവാഹത്തിനുള്ള ധനസഹായം. ധനസഹായം ലഭിച്ച കുടുംബം കല്യാണം നടത്തിയതാകട്ടെ തിരുവനന്തപുരത്തെ പ്രമുഖ ഓഡിറ്റോറിയത്തിൽ വച്ച്. ഈ കൺവെൻഷൻ സെന്ററിന്റെ ഒരു കല്യാണത്തിനുള്ള വാടക 3.5 ലക്ഷം രൂപയും ടാക്സുമാണ്. പാവപ്പെട്ട പിന്നോക്കക്കാരന് ലഭിക്കേണ്ട പണമാണ് ഇത്തരത്തിൽ ഉദ്യോഗസ്ഥ രാഷ്ട്രീയ മാഫിയ സംഘങ്ങളുടെ ഇടപെടലിലൂടെ അനർഹരുടെ കൈകളിലെത്തുന്നത്. പാർപ്പിട ഭവന നവീകരണ പദ്ധതിയിലെ മാനദണ്ഡങ്ങൾ അട്ടിമറിച്ചാണ് മറ്റൊരു തട്ടിപ്പ്. സർക്കാർ ഉദ്യോഗസ്ഥരുള്ള കുടുംബങ്ങളിൽപ്പെട്ടവർക്കും സർവീസ് പെൻഷൻ കൈപ്പറ്റുന്നവർക്കും വീടിന്റെ വിസ്തീർണം 60 ചതുരശ്ര മീറ്ററിന് മുകളിലുള്ളവർക്കും ഈ പദ്ധതി പ്രകാരം തുക അനുവദിക്കാൻ പാടില്ല. ഈ നിയമവ്യവസ്ഥകൾ അട്ടിമറിച്ചാണ് പാർപ്പിട നവീകരണ ധനസഹായം നൽകുന്നത്. എന്നാൽ ഇതും ഇവിടെ അട്ടിമറിക്കപ്പെട്ടു. ഇങ്ങനെ അനർഹരായ നിരവധി പേർ ധനസഹായം കൈപ്പറ്റിയിരിക്കുന്നുവെന്ന് രേഖകളിൽ നിന്ന് വ്യക്തമാകുന്നുണ്ട്. ഇടതുപക്ഷ അനുഭാവികൾക്കും പ്രവർത്തകർക്കുമാണ് ഈ ധനസഹായം ലഭിച്ചതിൽ ഏറിയ പങ്കും. വി വിനീഷ്, ജനം, തിരുവനന്തപുരം. മാടായി കോളേജിലെ നിയമന വിവാദവുമായി ബന്ധപ്പെട്ട് പാർട്ടി 2 തട്ടിലായതോടെ കണ്ണൂർ DCC KPCCയുടെ അടിയന്തര ഇടപെടൽ തേടി. പ്രതിപക്ഷ നേതാവ് VD സതീശനെ കണ്ട DCC അധ്യക്ഷൻ അടക്കം നേതാക്കൾ പയ്യന്നൂർ മേഖലയിൽ പാർട്ടി സംവിധാനം പ്രതിസന്ധിയിലാണെന്നും MK രാഘവനൊപ്പമുള്ള കോളേജ് ഡയറക്ടർമാർക്കെതിരെ നടപടിയെടുത്തത് മതിയായ കാരണമുള്ളതുകൊണ്ടാണെന്നും വിശദീകരിച്ചു. അതേസമയം മാടായി കോളേജിലെ വിവാദ നിയമനത്തിൽ യൂത്ത് കോൺഗ്രസിലും പ്രതിസന്ധി രൂക്ഷമാവുകയാണ്. യൂത്ത് കോൺഗ്രസ് ജില്ലാ പ്രസിഡന്റ് വിജിൽ മോഹൻ രാജ്യസന്നദ്ധത അറിയിച്ചു. മാടായി കോളേജ് നിയമന വിവാദം പരിധിവിട്ടതോടെയാണ് KPCCയുടെ അടിയന്തര ഇടപെടൽ കണ്ണൂർ DCC തേടിയത്. പയ്യന്നൂർ മേഖലയിൽ പാർട്ടി സംവിധാനം പ്രതിസന്ധിയിലാണെന്നും കോളേജ് ഭരണസമിതി സംഘടനാ താൽപര്യത്തിന് വിരുദ്ധമായി പ്രവർത്തിച്ചുവെന്നും സംഘടനാ ജനറൽ സെക്രട്ടറിക്ക് DCC പ്രസിഡന്റ് അയച്ച കത്തിൽ പറയുന്നു. അതിനിടെ നിയമന വിവാദത്തിൽ യൂത്ത് കോൺഗ്രസിലും പ്രതിസന്ധി മൂർച്ഛിക്കുകയാണ്. യൂത്ത് കോൺഗ്രസ് കണ്ണൂർ ജില്ലാ പ്രസിഡന്റും പയ്യന്നൂർ കല്യാശ്ശേരി നിയോജക മണ്ഡലം പ്രസിഡന്റുമാരും രാജ്യസന്നദ്ധ അറിയിച്ചു. കോൺഗ്രസിന്റെ ഒരു പരിപാടികളിലും യൂത്ത് കോൺഗ്രസ് നേതാക്കളും പ്രവർത്തകരും പങ്കെടുക്കേണ്ടെന്ന നിലപാടാണ് നേതൃത്വം എടുത്തിരിക്കുന്നത്. അതിനിടെ മാടായി കോളേജ് നിയമന വിവാദത്തിൽ നടപടി നേരിട്ടവരുമായി പ്രതിപക്ഷ നേതാവ് VD സതീശൻ കൂടിക്കാഴ്ച നടത്തി. അവിടെ ഒരു വിഷയം ഉണ്ടല്ലോ, ആ വിഷയം പാർട്ടി ഇടപെട്ട് അത് സംസാരിച്ച് തീർക്കും, രമ്യമായി പരിഹരിക്കും. തീർച്ചയായിട്ടും എന്നോട് അവർ സംസാരിച്ചിരുന്നു. എന്നോട് MK രാഘവൻ MP എന്നോട് സംസാരിച്ചിരുന്നു. ജില്ലാ കോൺഗ്രസ് കമ്മിറ്റി പ്രസിഡന്റുമായിട്ട് ഞാൻ ഈ വിഷയം സംസാരിച്ചിരുന്നു. ഞാൻ KPCC പ്രസിഡന്റുമായിട്ട് കൂടി ആലോചിച്ച് പാർട്ടി ഇടപെട്ട് രമ്യമായി ആ വിഷയം പരിഹരിക്കും. അതിനിടെ MK രാഘവൻ MP AICC KPCC നേതൃത്വങ്ങളെയും പരാതി അറിയിച്ചതായി സൂചനയുണ്ട്. ഇങ്ങനെ പാർട്ടിയിൽ തുടരാനാവില്ലെന്ന് രാഘവൻ മുന്നറിയിപ്പ് നൽകിയതായാണ് വിവരം. ജനം, കണ്ണൂർ. KPCC പുനഃസംഘടനയുമായി ബന്ധപ്പെട്ട് ഒരു ചർച്ചയും നടന്നിട്ടില്ലെന്ന് കോൺഗ്രസ് നേതാവ് K മുരളീധരൻ. പുനഃസംഘടനാ ചർച്ച എവിടെ നിന്ന് വന്നുവെന്ന് ആർക്കും അറിയില്ല. ആരാണിതിൻ്റെ പുറകിലെന്നും അറിയില്ല. ആരെങ്കിലും പടച്ചുവിടുന്നതാണോ എന്ന് സംശയമുണ്ടെന്നും K മുരളീധരൻ പറഞ്ഞു. ഇതിനെ സാധാരണ രീതിയിൽ പുനഃസംഘടന നടക്കുമ്പോൾ ഇതിന് നോംസ് ഉണ്ടാക്കാറുണ്ട്. ആ നോംസ് ഒന്നും ചർച്ച ചെയ്യപ്പെട്ടിട്ടില്ല. പിന്നെ എവിടെ നിന്ന് വന്ന് ഈ പുനഃസംഘടന ചർച്ചയാണെന്ന് എനിക്ക് ആർക്കും അറിയില്ല. കാരണം വർക്കിംഗ് കമ്മിറ്റി അംഗങ്ങളായിട്ടുള്ള ശശി തരൂരിന് അറിയില്ല, രമേശ് ചെന്നിത്തലയ്ക്ക് അറിയില്ല, മുൻ പ്രസിഡൻ്റായിട്ടുള്ള എനിക്കറിയില്ല. പിന്നെ എവിടെ നിന്ന് വന്നു ഈ പുനഃസംഘടന ചർച്ച? അതാണ്, ഇങ്ങനെ ചർച്ച ഉണ്ടായിട്ടില്ല. ഇത് ആരാണ് ഇതിൻ്റെ പുറകിൽ നിന്ന് എനിക്കറിയില്ല. ഒരു ചർച്ചകളും നടന്നിട്ടില്ല. ഒരു ചർച്ചകളും ഇപ്പം നടന്നിട്ടില്ല, ഇതുവരെ നടന്നിട്ടില്ല. അതും അതിൻ്റെ സംശയമുണ്ട്. കാരണം അല്ലെങ്കിൽ ഇപ്പോൾ ഇല്ലാത്തൊരു പുനഃസംഘടന എവിടെ നിന്ന് വന്നു? ഇങ്ങനെ ചർച്ചയുണ്ടായിട്ടില്ല. ഒരു ഫോറത്തിലും ചർച്ച ചെയ്തിട്ടില്ല. ചർച്ച ചെയ്യാത്ത വിഷയം എങ്ങനെ ഉണ്ടെന്ന് പറഞ്ഞു. കുറേ പേരുകൾ വന്നു, പുതിയ പ്രസിഡന്റുമാരുടെ എന്ന് പറഞ്ഞു. ഇതൊക്കെ ആരുണ്ടാക്കിയെന്ന് ആർക്കും അറിയില്ല.
SFI അതിക്രമത്തെ തുടർന്ന് കണ്ണൂർ ഗവൺമെന്റ് ITI അനിശ്ചിതകാലത്തേക്ക് അടച്ചു. വെള്ളിയാഴ്ച വിദ്യാർത്ഥി സംഘടനാ നേതാക്കളെയും പാർട്ടി നേതാക്കളെയും വിളിച്ച് സർവകക്ഷി യോഗം ചേരുമെന്ന് പോലീസ് അറിയിച്ചു. വിവരങ്ങളുമായി മിഥുൻ പിള്ള ഒപ്പം ചേരുന്നു. മിഥുൻ, എന്താണ് വിവരങ്ങൾ? 11:30 കണ്ണൂർ ഗവൺമെന്റ് തോട്ടട ITIയിൽ ഇത്തരത്തിലൊരു വിദ്യാർത്ഥി സംഘർഷം ആരംഭിച്ചത്. SFI KSU പ്രവർത്തകർ ചേരിതിരിഞ്ഞ് ഏറ്റുമുട്ടുന്ന ഒരു സാഹചര്യമായിരുന്നു കോളേജ് ക്യാമ്പസിൽ നമുക്ക് കാണാൻ വേണ്ടി സാധിച്ചത്. ഈ യൂണിയൻ തെരഞ്ഞെടുപ്പ് നടക്കാൻ വേണ്ടി പോവുകയാണ്. അതിനിടെ കോളേജിൽ KSU പ്രവർത്തകർ സ്ഥാപിച്ച കൊടി, ആ കൊടി SFI പ്രവർത്തകർ അഴിച്ചുകൊണ്ടു പോകുന്നൊരു സാഹചര്യമുണ്ടായി. ഇതേ തുടർന്ന് പ്രിൻസിപ്പലിനെ കണ്ട് പരാതി ബോധിപ്പിക്കാൻ എത്തിയതാണ് KSU പ്രവർത്തകർ. ഈ KSU നേതാക്കളെ അടക്കം SFIക്കാർ തടയുകയും തുടർന്ന് സംഘർഷം ഉണ്ടാവുകയുമായിരുന്നു. പരസ്പരം ഏറ്റുമുട്ടിയ പ്രവർത്തകരെ പോലീസ് ലാത്തി വീശി ഓടിക്കുകയായിരുന്നു. കോളേജ് ക്യാമ്പസിന് പുറത്തേക്ക് ആ സംഘർഷം എത്തിയപ്പോഴായിരുന്നു പോലീസ് ലാത്തി വീശുന്ന ഒരു സാഹചര്യം ഉണ്ടായത്. ഇതിനിടെ കോളേജ് ക്യാമ്പസിനുള്ളിൽ ഒറ്റപ്പെട്ടു പോയ ഒരു KSUവിന്റെ യൂണിറ്റ് പ്രസിഡന്റിനെ SFIക്കാർ വളഞ്ഞിട്ട് മർദ്ദിക്കുന്ന സാഹചര്യമുണ്ടായി. സാരമായി പരിക്കേറ്റ ഈ വിദ്യാർത്ഥിയെ കണ്ണൂരിലെ സ്വകാര്യ ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചിരിക്കുകയാണ്. കഴിഞ്ഞ ദിവസം സമാനമായ രീതിയിൽ കോളേജ് ഈ ITI ക്യാമ്പസിൽ ABVPയുടെ യൂണിറ്റ് ഉണ്ടാക്കാനെത്തിയ പ്രവർത്തകർക്ക് നേരെയും SFIയുടെ ഭാഗത്ത് ക്രൂരമായ ആക്രമണമാണ് ഉണ്ടായത്. ABVP പ്രവർത്തകരെ കഴിഞ്ഞ ദിവസം SFIക്കാർ ക്രൂരമായി ആക്രമിച്ചിരുന്നു. ഈ സംഘർഷത്തെ തുടർന്ന് നിലവിൽ ഈ ITI ക്യാമ്പസ് ദീർഘകാലത്തേക്ക് അടച്ചിടാൻ വേണ്ടിയാണ് ഇപ്പോൾ കോളേജ് അധികൃതർ തീരുമാനിച്ചിരിക്കുന്നത്. പ്രശ്നം പരിഹരിക്കാനായി സർവകക്ഷി യോഗം വിളിച്ചു ചേർക്കാനാണ് ഇപ്പോൾ പോലീസ് തീരുമാനിച്ചിരിക്കുന്നത്. കൃഷ്ണരാജ്, ശരി, സർവകക്ഷി യോഗം വിളിക്കും. അതുവരേക്കും പ്രശ്നപരിഹാരം ഉണ്ടാകും വരേക്കും ITI അടച്ചു. വിവരങ്ങൾ നൽകുകയായിരുന്നു മിഥുൻ പിള്ള. തദ്ദേശ ഉപതെരഞ്ഞെടുപ്പിൽ നേട്ടം കൈവരിച്ച് BJP. നില മെച്ചപ്പെടുത്തി UDFും തിരിച്ചടി നേരിട്ട് LDFും. 31 വാർഡുകളിലെ ഉപതെരഞ്ഞെടുപ്പിൽ പത്തനംതിട്ട എഴുമറ്റൂരിൽ കോൺഗ്രസിൽ നിന്ന് BJP സീറ്റ് പിടിച്ചെടുത്തു. 2 സിറ്റിംഗ് സീറ്റും BJP നിലനിർത്തി. തൃശൂർ നാട്ടിക പഞ്ചായത്തിൽ LDFിന് ഭരണം നഷ്ടമായി. ഉപതെരഞ്ഞെടുപ്പിൽ UDF സ്ഥാനാർത്ഥിക്ക് വിജയം. UDFിനും LDFിനും 5 സീറ്റ് വീതമായിരുന്നു. ഇതോടെ UDFിന് ഭരണം പിടിക്കാനാകും. പത്തനംതിട്ട ചെന്നീർക്കരയിൽ സ്കൂൾ കെട്ടിടം 2 വാർഡുകളിലാക്കി അശാസ്ത്രീയവും വിചിത്രവുമായ വാർഡ് പുനർവിഭജനം. 1-ാം വാർഡിലായിരുന്ന ചെന്നീർക്കര SNDP സ്കൂൾ കെട്ടിടങ്ങൾ പുനർവിഭജനത്തിൽ 2 വാർഡുകളിലായി. പഞ്ചായത്തിന്റെ വിവിധ ഭാഗങ്ങളിൽ അശാസ്ത്രീയ വാർഡ് വിഭജനത്തിന്റെ അപാകതകൾ രൂക്ഷമാണ്. ചെന്നീർക്കര മുട്ടത്തുകോണം SNDP ഹയർ സെക്കൻഡറി സ്കൂളിന്റെ കുറച്ചുഭാഗം 1-ാം വാർഡിലുണ്ട്. ബാക്കി കുറച്ച് 15-ാം വാർഡിലും. ഹൈസ്കൂൾ, LP, അംഗൻവാടി കെട്ടിടങ്ങൾ, സ്കൂൾ വാട്ടർ ടാങ്ക് എന്നിവ 1-ാം വാർഡിലായി മാറി. തൊട്ടടുത്ത് സ്ഥിതി ചെയ്യുന്ന ഹയർ സെക്കൻഡറി കെട്ടിടവും ശുചിമുറിയും സ്കൂൾ മൈതാനവും കിണറുമെല്ലാം പഞ്ചായത്തിലെ 15-ാം വാർഡിലും. ചുരുക്കി പറഞ്ഞാൽ 1-ാം വാർഡിലെ ഹൈസ്കൂളിൽ നിന്നും വിദ്യാർത്ഥികൾ തൊട്ടടുത്തുള്ള ശുചിമുറിയിലും മൈതാനത്തേക്കും പോകുമ്പോൾ അവർ പഞ്ചായത്തിലെ 15-ാം വാർഡിലെത്തും. സ്കൂൾ സ്ഥിതി ചെയ്യുന്ന സ്ഥലപ്പേര് മുട്ടത്തുകോണം എന്നായിരുന്നു. വാർഡ് വിഭജനത്തിലൂടെ സ്ഥലപ്പേരിനും മാറ്റം വന്നു. പുല്ലമല, നെല്ലാനിക്കുന്ന് നോർത്ത് എന്നിങ്ങനെയാണ് സ്കൂൾ കെട്ടിടം സ്ഥിതി ചെയ്യുന്ന 2 വാർഡുകൾക്ക് പുതിയ പേര് നൽകിയിരിക്കുന്നത്. വാർഡ് വിഭജനത്തിലെ അപാകതകൾക്കെതിരെ സ്കൂൾ അധികൃതർ പരാതി നൽകിയിട്ടുണ്ട്. SNDP ഹയർ സെക്കൻഡറി സ്കൂൾ മുട്ടത്തുകോണം അംഗൻവാടി മുതൽ ഹയർ സെക്കൻഡറി വരെ ഒറ്റ വിങ്ങായിട്ടാണ് പ്രവർത്തിക്കുന്നത്. നമ്മളിത് വരുന്നത് ചെന്നീർക്കര ഗ്രാമപഞ്ചായത്തിലെ 1-ാം വാർഡ്, മുട്ടത്തുകോണം എന്ന് പറയുന്ന 1-ാം വാർഡാണ്. ഇപ്പോൾ പുതിയ ഡിവിഷൻ വരുമ്പോൾ ഹയർ സെക്കൻഡറി നെല്ലാനിക്കുന്ന് നോർത്തായിട്ടും സ്കൂള് പുല്ലാമല പഞ്ചായത്തിലേക്ക് ഡിവൈഡ് ചെയ്തു. അങ്ങനെ വരുമ്പോൾ നമുക്ക് സ്കൂളിൽ വളരെ പ്രയാസമുണ്ട്. നമ്മുടെ ഈ ഗ്രൗണ്ട് വരുന്ന ഹയർ സെക്കൻഡറി ഭാഗത്തേക്ക് മാറും, ടോയ്ലറ്റും ഹയർ സെക്കൻഡറി ഭാഗത്തേക്ക് മാറും, സ്കൂള് മറ്റൊരു സെക്ഷനിലേക്ക് മാറും. അങ്ങനെ വരുമ്പോൾ 2 വാർഡിലേക്കാണ് മാറുന്നത്. അങ്ങനെ ഒരു ബുദ്ധിമുട്ട് നമുക്കുണ്ട്. പുനർവിഭജനത്തിൽ 1 വാർഡ് കൂട്ടിച്ചേർത്തു. അങ്ങനെ 15 വാർഡുകളായി. 15 വാർഡുകളാട്ടെ വിദൂര പ്രദേശങ്ങൾ കൂട്ടിച്ചേർത്തുള്ളതും. കുടുംബശ്രീ, തൊഴിലുറപ്പ് പ്രവർത്തനങ്ങളെല്ലാം അശാസ്ത്രീയ വാർഡ് വിഭജനം ബാധിക്കുമെന്ന് നാട്ടുകാർ. വാർഡ് വിഭജനം വലിയ പ്രശ്നം ഉണ്ടായത് ഒരു അശാസ്ത്രീയമായ രീതിയിലുള്ള ഒരു വാർഡ് വിഭജനം.
ഞങ്ങളുടെ ആധാറെ ഞങ്ങളുടെ കുടുംബശ്രീകൾ തന്നെ 10 കുടുംബശ്രീ ഉണ്ട് 1-ാം വാർഡ്, അത് വിഭജിക്കും, സ്കൂൾ വിഭജിക്കും. അതുകൊണ്ട് ഞങ്ങൾക്ക് ഈ വിഭജനം മാറ്റിയിട്ട് ഞങ്ങൾക്ക് 1-ാം വാർഡ് നിലനിർത്തി തരണമെന്നാണ്. LDF ആണ് ചെന്നിർക്കര പഞ്ചായത്ത് ഭരണം. അശാസ്ത്രീയ വാർഡ് വിഭജനത്തിന് പിന്നിൽ രാഷ്ട്രീയ താല്പര്യങ്ങളും ആരോപിക്കപ്പെടുന്നു. കൃത്യമായിട്ടും 1-14 ഇപ്പം പുതിയതായിട്ട് രൂപീകരിച്ചിട്ടുള്ള 15, അതുപോലെ തന്നെ 2-ാം വാർഡ്. അപ്പോൾ ഈ 3-4 വാർഡുകളെ കൃത്യമായി CPM-ന് ആധിപത്യം ഉണ്ടാക്കുക എന്നുള്ളൊരു കൃത്യമായ ലക്ഷ്യവും അജണ്ടയും ഈ വാർഡ് വിഭജനത്തിൽ ഉണ്ട് എന്നുള്ള കാര്യം വ്യക്തമാണ്. ജനതാൽപര്യം മാനിക്കാതെയുള്ള വാർഡ് വിഭജനം റദ്ദാക്കണമെന്ന ആവശ്യം ശക്തമാണ്. ജനം, പത്തനംതിട്ട. ശബരിമല വാർത്തകൾ. ശരണമെന്റെ അയ്യപ്പ. പവർഡ് ബൈ അഴകുള്ള മുടിക്ക് വേണം ടോട്ടൽ കെയർ ഫ്രം AVA കോട്ടക്കൽ ആയുർവേദ. ശരിയായ ആയുർവേദം, ശരിയായ ഫലപ്രാപ്തി. കോ പവർഡ് ബൈ ഇനി എന്നും നിങ്ങളുടെ പ്രഭാത ഭക്ഷണം BKD സ്റ്റീം പുട്ടുപൊടി, റിച്ച് ആൻഡ് സോഫ്റ്റ്. ഭാരത് ലജ്ന മൾട്ടി സ്റ്റേറ്റ് ഹൗസിംഗ് കോപ്പറേറ്റീവ് സൊസൈറ്റി ലിമിറ്റഡ്, കേരള, തമിഴ്നാട് ആൻഡ് പോണ്ടിച്ചേരി. മെറാൾഡ ഗോൾഡ്, ഡയമണ്ട്, ജെംസ്. ആതുര സേവന രംഗത്ത് സമർപ്പിത സേവനത്തിന്റെ 50 വർഷങ്ങൾ. ഭാരത് ഹോസ്പിറ്റൽ ഇൻ അസോസിയേഷൻ വിത്ത് മകരജ്യോതി ഗ്രൂപ്പ് ഓഫ് കമ്പനീസ്, പൂനെ, മഹാരാഷ്ട്ര. ഇനി നമ്മുടെ വീട്ടിൽ ഉദയഭാരത് കലണ്ടർ തന്നെ. ശബരിമലയിൽ ശാരീരിക ബുദ്ധിമുട്ടുള്ളവർക്ക് ഡോളി എത്തിക്കുന്നതിന് സംവിധാനം വേണമെന്ന് ഹൈക്കോടതി. പോലീസും ദേവസ്വം ബോർഡും ഇക്കാര്യം ഉറപ്പാക്കണമെന്നും നിർദ്ദേശം. നേരത്തെ ദിവ്യാംഗനായ പാലോട് സ്വദേശിക്ക് പോലീസ് ഡോളി നിഷേധിച്ച സംഭവം ജനം TV പുറത്തുവിട്ടിരുന്നു. ഈ വിഷയത്തിലാണ് ഹൈക്കോടതിയുടെ തുടർ നടപടി. ദിവ്യാംഗനായ പാലോട് സ്വദേശി സജീവിന് പമ്പയിലെത്തിയ സമയം പോലീസ് ഡോളി നിഷേധിച്ച വാർത്ത ജനം TVയാണ് പുറത്തുവിട്ടത്. ഈ വിഷയത്തിൽ ശബരിമല പോലീസ് ചീഫ് കോർഡിനേറ്ററോട് ഹൈക്കോടതി റിപ്പോർട്ടും തേടിയിരുന്നു. തുടർന്നാണ് ശാരീരിക ബുദ്ധിമുട്ടുള്ളവർക്ക് ഡോളി എത്തിക്കുന്നതിന് സംവിധാനം വേണമെന്നുള്ള ഹൈക്കോടതിയുടെ ഇടക്കാല ഉത്തരവ്. ശാരീരിക ആവശ്യതയുള്ളവരുടെ വാഹനങ്ങൾ നിലയ്ക്കൽ പിന്നിടുമ്പോൾ പമ്പയിലേക്ക് പോലീസ് വിവരങ്ങൾ കൈമാറണം. തുടർന്ന് പമ്പയിൽ ഡോളിക്കായുള്ള ക്രമീകരണങ്ങളും ഒരുക്കണമെന്നാണ് കോടതിയുടെ നിർദ്ദേശം. നിലയ്ക്കലിൽ നിന്നും ശാരീരിക ുള്ള ഭക്തന് ഡോളി വേണമെന്നുള്ള വിവരങ്ങൾ പോലീസ് യഥാസമയം പമ്പയിൽ അറിയിക്കുന്ന വേളയിൽ അവിടെ എത്തുമ്പോൾ ഡോളിക്കായി കാത്തുനിൽക്കേണ്ട സാഹചര്യം ഒഴിവാക്കാനുമാകും. അതിനിടെ പമ്പ സന്നിധാനം, നിലയ്ക്കൽ എന്നിവിടങ്ങളിൽ തിരക്ക് നിയന്ത്രണ വിധേയമെന്ന് പോലീസ് കോടതി അറിയിച്ചിട്ടുണ്ട്. നിലയ്ക്കൽ ബേസ് ക്യാമ്പിൽ അനധികൃത വ്യാപാരം നടക്കുന്നതിൽ നടപടി സ്വീകരിക്കാനും ഹൈക്കോടതി നിർദ്ദേശിച്ചു. ജനം, കൊച്ചി. പെരിയാർ വന്യജീവി സങ്കേതത്തിലാണ് ശബരിമല ക്ഷേത്രം സ്ഥിതി ചെയ്യുന്നത്. ആനയും പുലിയും തുടങ്ങി വന്യമൃഗങ്ങൾ തീർത്ഥാടക പാതകളിലേക്ക് എത്താറുണ്ട്. എന്നാൽ ഭക്തർക്ക് ഇവർ അപായമൊന്നും വരുത്താറില്ല എന്നതാണ് ശ്രദ്ധേയം. മലചവിട്ടുന്ന തീർത്ഥാടകർക്ക് ഈ കാഴ്ച പുതുമയുള്ളതല്ല. കുരങ്ങനും മലയണ്ണാനുമൊക്കെ നമ്മുടെ കൺമുന്നിലൂടെ കടന്നുപോകും. ഇടയ്ക്ക് പാമ്പും കാട്ടാനയുമൊക്കെ അപൂർവ കാഴ്ചകളായി എത്തും. കഴിഞ്ഞ ദിവസം രാത്രി പാണ്ടിത്താവളത്തിന് മുകളിലായിട്ടാണ് കാട്ടാനക്കൂട്ടമെത്തിയത്. പിന്നെയുമുണ്ട് പഴുതാര മുതൽ ഉഗ്രവിഷമുള്ള പാമ്പ് വരെ. തീർത്ഥാടകർക്ക് ഇടയിലൂടെ പോകുന്ന ഇഴജന്തുക്കളെ വനം വകുപ്പ് പിടികൂടും. ഇഴജന്തുക്കളെ പിന്നീട് ഉൾവനത്തിൽ തുറന്നുവിടും. ആനയിറങ്ങും മാമലയിൽ പിന്നെയും അയ്യപ്പ ഭക്തരുടെ ശരണമന്ത്രങ്ങളാണ്. അഖിൽ പാലോട്ടുമഠം, ജനം, സന്നിധാനം. സംസ്ഥാനത്ത് കുതിച്ചുയർന്ന് മഞ്ഞപ്പിത്ത ബാധിതരുടെ എണ്ണം. കഴിഞ്ഞ 2 വർഷത്തിനിടെ രോഗികളുടെ എണ്ണം ഇരട്ടിയായി വർദ്ധിച്ചു. പ്രതിദിനം 30 പേരിലാണ് പുതുതായി മഞ്ഞപ്പിത്തം സ്ഥിരീകരിക്കുന്നത്. ഈ വർഷം രോഗം പിടിപെട്ടത് 8000 പേർക്കാണ്. കേരളത്തിൽ ഒരു ഇടവേളയ്ക്ക് ശേഷം വീണ്ടും മഞ്ഞപ്പിത്ത ബാധിതരുടെ എണ്ണം ക്രമാതീതമായി വർദ്ധിക്കുകയാണ്. 30ഓളം പേരിലാണ് മഞ്ഞപ്പിത്തം പ്രതിദിനം സ്ഥിരീകരിക്കുന്നത്. 50 പേർ രോഗലക്ഷണങ്ങളോടെ സർക്കാർ ആശുപത്രികളിൽ മാത്രം ചികിത്സ തേടിയെത്തുന്നു. മരണനിരക്കിലും വർധനവ് രേഖപ്പെടുത്തുന്നുണ്ട്. ഈ മാസം മാത്രം 200 പേർക്കാണ് രോഗം സ്ഥിരീകരിച്ചത്. വർഷം 8000-ഓളം പേർക്കും രോഗം ബാധിക്കുന്നുണ്ട്.
കരളിനെ ബാധിക്കുന്ന ഗുരുതര രോഗമാണ് ഹെപ്പറ്റൈറ്റിസ്. വൈറസിനെ പ്രതിരോധിക്കാൻ വാക്സിനും ചികിത്സിച്ചു മാറ്റാൻ മരുന്നും ലഭ്യമാണ്. ഹെപ്പറ്റൈറ്റിസ് എ, ബി, സി, ഡി, ഇ എന്നിവ വൈറസിന്റെ വകഭേദങ്ങളാണ്. അമിത മദ്യപാനം, മരുന്നുകളുടെ അമിത ഉപയോഗം, മലിനമായ ഭക്ഷണം, കുടിവെള്ളം, രോഗികളുമായുള്ള സമ്പർക്കം എന്നിവയാണ് രോഗം വരാനുള്ള കാരണങ്ങൾ. മരണനിരക്കും വ്യാപനവും വർദ്ധിക്കുന്നതിനാൽ ലോകാരോഗ്യ സംഘടന മുന്നറിയിപ്പ് പുറപ്പെടുവിച്ചിട്ടുണ്ട്. ജനം, തിരുവനന്തപുരം. ഹേമ കമ്മിറ്റി റിപ്പോർട്ടിന്റെ പശ്ചാത്തലത്തിൽ രജിസ്റ്റർ ചെയ്ത 32 കേസുകളിൽ അന്വേഷണം തുടരുന്നതായി സർക്കാർ ഹൈക്കോടതിയെ അറിയിച്ചു. 4 കേസുകളിൽ തെളിവില്ലാത്തതിനാൽ അന്വേഷണം അവസാനിപ്പിച്ചു. ഒരു അതിജീവതിയുടെ പരാതിയിൽ മാത്രം 11 കേസുകൾ എടുത്തിട്ടുണ്ടെന്നാണ് SIT ഡിവിഷൻ ബെഞ്ചിനെ അറിയിച്ചത്. ഹേമ കമ്മിറ്റിയിൽ പേരുള്ള എല്ലാവരെയും SIT ബന്ധപ്പെട്ടോ എന്ന് WCC കോടതിയിൽ സംശയം പ്രകടിപ്പിച്ചു. പേരുള്ള എല്ലാവരുമായും സംസാരിച്ചെന്ന് സർക്കാർ മറുപടി നൽകി. അന്വേഷണ പുരോഗതി റിപ്പോർട്ട് പ്രത്യേക പോലീസ് സംഘം കോടതിയിൽ ഹാജരാക്കി. ഹർജികൾ ഈ മാസം 19-ന് വീണ്ടും പരിഗണിക്കും. 29ാമത് കേരള രാജ്യാന്തര ചലച്ചിത്രമേളയിൽ 177 സിനിമകളിൽ 52 ചിത്രങ്ങൾ വനിതാ സംവിധായകരുടേത്. മേളയോടനുബന്ധിച്ച് മലയാള സിനിമയിലെ മുതിർന്ന നടിമാരെ ആദരിക്കും. വിവിധ അന്താരാഷ്ട്ര മേളകളിൽ പുരസ്കാരവും പ്രശംസയും നേടിയ ചിത്രങ്ങൾ മേളയുടെ ആകർഷണമാണ്. കേരള സംസ്ഥാന ചലച്ചിത്ര അക്കാദമി സംഘടിപ്പിക്കുന്ന 29ാമത് IFFK വെള്ളിയാഴ്ച വൈകിട്ട് 6 മണിക്ക് തിരുവനന്തപുരം നിശാഗന്ധി ഓഡിറ്റോറിയത്തിൽ മുഖ്യമന്ത്രി പിണറായി വിജയൻ ഉദ്ഘാടനം ചെയ്യും. ഹോങ്കോങ്ങിൽ നിന്നുള്ള സംവിധായിക അൻഹുയിക്ക് മുഖ്യമന്ത്രി ലൈഫ് ടൈം അച്ചീവ്മെന്റ് പുരസ്കാരം ചടങ്ങിൽ സമ്മാനിക്കും. 10 ലക്ഷം രൂപയും ശില്പവും അടങ്ങുന്നതാണ് പുരസ്കാരം. 13 മുതൽ 20 വരെ 15 തിയേറ്ററുകളിലായി നടക്കുന്ന മേളയിൽ 68 രാജ്യങ്ങളിൽ നിന്നുള്ള 177 സിനിമകൾ പ്രദർശിപ്പിക്കും. ഇതിൽ 52 ചിത്രങ്ങൾ വനിതാ സംവിധായകരുടേതാണ്. അന്താരാഷ്ട്ര മത്സര വിഭാഗത്തിൽ 14 സിനിമകളും മലയാള സിനിമ ടുഡേ വിഭാഗത്തിൽ 12 ചിത്രങ്ങളും ഇന്ത്യൻ സിനിമ നൗ വിഭാഗത്തിൽ 7 സിനിമകളും പ്രദർശിപ്പിക്കുന്നുണ്ട്. ലോക സിനിമാ വിഭാഗത്തിൽ 63 സിനിമകളാണ് പ്രദർശനത്തിനെത്തുന്നത്. മറ്റ് മേളകളിൽ പ്രേക്ഷക പ്രീതി നേടിയ 13 ചിത്രങ്ങളടങ്ങിയ ഫെസ്റ്റിവൽ ഫേവറേറ്റ്സ് മറ്റൊരു ആകർഷണമായിരിക്കും. അതോടൊപ്പം ഡെലിഗേറ്റ് സെല്ലിന്റെ ഉദ്ഘാടനം മന്ത്രി സജി ചെറിയാനും നിർവഹിച്ചു. സിനിമാ താരങ്ങളായ മഹിമ നമ്പ്യാർ, ഷറഫുദ്ദീൻ എന്നിവർക്ക് ഡെലിഗേറ്റ് പാസുകൾ നൽകിയാണ് ഉദ്ഘാടനം നിർവഹിച്ചത്. എന്റെ ആദ്യത്തെ IFFK പാർട്ടിസിപ്പേഷൻ ആണിത്. ഇത്തവണ ഒരുപാട് ഫീമെയിൽ ഫിലിം മേക്കേഴ്സിനെ അപ്രീഷിയേറ്റ് ചെയ്യാനും അവർക്ക് പ്രചോദനം നൽകാനും ഒരുപാട് ലിസ്റ്റിലും അങ്ങനെയാണെങ്കിലും തന്നെ ഇത്തവണത്തെ IFFK ചെയ്യുന്നുണ്ടെന്ന് മനസ്സിലായി. അതറിഞ്ഞതിൽ ഒരുപാട് സന്തോഷം. എനിക്ക് ഒരു ഭാഗ്യം ലഭിച്ചത് ഞാൻ ആദ്യമായിട്ട് അഭിനയിച്ച സിനിമയും ഞാൻ ആദ്യമായി പ്രൊഡ്യൂസ് ചെയ്ത സിനിമയും IFFKക്ക് കൊണ്ടുവരാൻ എനിക്ക് പറ്റിയിട്ടുണ്ട്. അതിന്റെ ഭാഗമായിട്ടാണ് 2 പ്രാവശ്യവും ഞാൻ IFFKക്ക് വന്നിരിക്കുന്നത്. അതെന്റെ ഒരു ഭാഗ്യവും ഗുരുത്വമായിട്ട് ഞാൻ വിശ്വസിക്കുന്നുണ്ട്. മേളയുടെ ഭാഗമായി ഓപ്പൺ ഫോറം, ഇൻ കോൺവെർസേഷൻ, മീറ്റ് ദി ഡയറക്ടർ, അരവിന്ദൻ സ്മാരക പ്രഭാഷണം, പാനൽ ഡിസ്കഷൻ എന്നിവയും സംഘടിപ്പിക്കും. ജനം, തിരുവനന്തപുരം. വാർത്ത പൂർണ്ണമാവുന്നു. നമസ്തേ.